എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും എൻ്റെ വേദനകളെയും കർത്താവ് ക്രൂശിൽ ചുമന്നതുകൊണ്ട് എനിക്ക് വേദന അനുഭവിക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല. എൻ്റെ രോഗത്തെ ക്രൂശിൽ വഹിച്ചതുകൊണ്ട് എനിക്ക് ദിവ്യ ആരോഗ്യമുണ്ട്. കർത്താവിൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഞാൻ ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഞാൻ കർത്താവിൻ്റെ നന്മ കാണും. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയം അറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വലിയ കൃപകൾക്കായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. കർത്താവിൻ്റെ വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുന്നോട്ട് പോകാം. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. കർത്താവ് നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും. വലിയ പ്രവൃത്തികളാൽ പരിശുദ്ധാത്മാവ് നിറയ്ക്കുക തന്നെ ചെയ്യും. ഓരോ ദിവസവും നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ട് കർത്താവിൽ ബലപ്പെട്ടു വരുന്നു. നമുക്കിന്നും പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. കർത്താവ് നമ്മളെ എല്ലാ മേഖലയിലും സഹായിക്കുന്നല്ലോ. ആമേൻ. തുടർച്ചയായി നമ്മൾ ഈ മർക്കോസിൻ്റെ സുവിശേഷമാണ് ധ്യാനിച്ചു വരുന്നത്. ഇന്ന് നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് ധ്യാനിക്കാം. കർത്താവിൻ്റെ അത്ഭുതങ്ങളെ സ്വീകരിക്കാം. ദൈവികമായിട്ടുള്ള ആലോചനകളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കർത്താവിൽ അനുഭവിക്കാം. സ്വർഗം നമ്മളെ സഹായിക്കുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് എൻ്റെ വാക്യം വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറഞ്ഞേക്കുന്നത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവൻ പടകിൽ സൗണ്ട് കേൾക്കത്തില്ല. സൗണ്ട് ഒക്കെ ഉണ്ട്, നല്ല സൗണ്ട് ഉണ്ട്, നല്ല ക്ലിയർ. അപ്പൊ എല്ലാവർക്കും ഒട്ടും നല്ല സൗണ്ട് ഉണ്ട്. ഇടക്കൊന്ന് മിസ് ഇങ്ങനെ ഒരു ഇത് വന്നുണ്ട്, കുറഞ്ഞു പോണ പോലെ. ഇല്ല, അങ്ങനെ പ്രശ്നം പറ്റില്ല. സൗണ്ട് കുറവാ. ഇപ്പൊ സൗണ്ട് കേൾക്കുന്നുണ്ടോ? സൗണ്ട് ഉണ്ട്, നല്ലപോലെ സൗണ്ട് ഉണ്ട്. ഓക്കെ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫോണിൻ്റെ ഓളിയൊക്കെ കൂട്ടി വെക്കുക. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഒട്ടും കേൾക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഒന്നും കൂടെ ലെഫ്റ്റ് ചെയ്തിട്ട് വീണ്ടും ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ സൂം ആപ്ലിക്കേഷൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. കാരണം വെച്ചാൽ എല്ലാവർക്കും ഒരേപോലെ ഓളിയം കുറയുമ്പോഴാണ് എൻ്റെ പ്രശ്നം വരുന്നത്. അപ്പം ചിലർക്ക് ഓളിയം ഉണ്ട്, ചിലർക്ക് ഓളിയം ഇല്ലെങ്കിൽ ഇവിടുത്തെ പ്രശ്നമല്ല, ഒന്നെങ്കിൽ നെറ്റ്വർക്കിൻ്റെയോ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് ചെയ്യാണ്ടൊക്കെ ആയിരിക്കാം എന്ന് ഞാൻ ഓർക്കുന്ന. കാര്യം ഒരേപോലെ മിസ്റ്റേക്ക് വരുമ്പോഴാണ് ഇവിടുത്തെ പ്രശ്നം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് മർക്കോസ് ശ്ലീഹായുടെ സുവിശേഷത്തിലേക്ക് പോകാം. അതിൻ്റെ 5-ാം അധ്യായത്തിൽ ഇവിടെ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, അവൻ കടൽക്കരയിൽ എത്തിയ ശേഷം ഗദൻ ദേശത്തെത്തി പടകിൽ നിന്നും ഇറങ്ങി. ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ചൊരു മനുഷ്യൻ കല്ലറയിൽ നിന്ന് വന്ന് യേശുവിനെ എതിരേറ്റു. അവൻ പാർപ്പ് കല്ലറകളിലായിരുന്നു. ആർക്കും അവനെ ചെങ്ങല കൊണ്ട് ബന്ധിച്ചു കൂടാഞ്ഞു. പലപ്പോഴും അവൻ വിലങ്ങും ചെങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ട് അവൻ വിലങ്ങ് ഉരുമി ഒടിച്ചു കളഞ്ഞ് ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്ക് ഇവിടെ വാക്യം കണ്ടോണം. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വചനം ധ്യാനിച്ചായിരുന്നു. ഇവിടെ ഇങ്ങനെ ഒരു പദം കൊടുത്തിട്ടുണ്ട്, ആർക്കും അവനെ അടക്കുവാൻ കഴിയത്തില്ല. അതായത് വിലങ്ങും ചെങ്ങലയും ബന്ധിച്ചിട്ട്. അപ്പോൾ നമുക്കറിയാം ഈ ചെങ്ങലയും വിലങ്ങും ഒക്കെ ബന്ധിക്കുന്നത് നമ്മുടെ നാട്ടിൽ മാനസികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുള്ളവർ, പ്രത്യേകിച്ച് അക്രമശക്തമായ രീതിയിൽ വയലൻ്റായിട്ട് നിൽക്കുന്ന മാനസിക രോഗത്തിന് അധീനമായിട്ടുള്ള ആളുകളെ എന്തു ചെയ്യും, മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കേണ്ടതിന് ആളുകൾ എന്തു ചെയ്യും, അവരെ ചെങ്ങല കൊണ്ട് ബന്ധിക്കും. കാരണം വെച്ചാൽ അവർക്ക് പരസ്പര ബോധമില്ലാത്തത് കൊണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തത് കൊണ്ട്, അക്രമ സാധ്യതയുള്ളത് കൊണ്ട്. അപ്പം ഈ മനുഷ്യൻ്റെ സുബോധം നഷ്ടപ്പെട്ടു പോയി. ഇദ്ദേഹം സുബോധം നഷ്ടപ്പെട്ടവനായി മറ്റുള്ളവരെ ആക്രമിക്കുമ്പോൾ വചനം പറയുന്നു, അവനെ ആർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല. അവൻ പാർക്കുന്നത് എവിടെയാണ്? കല്ലറകളിലായിരുന്നു. മനുഷ്യൻ പാർക്കുന്നോടത്ത് ഇവൻ പോകത്തില്ല. മരിച്ചു കിടക്കുന്ന കല്ലറകളിലായിരുന്നു അവൻ്റെ പാർപ്പ്. അവനെ ചെങ്ങല കൊണ്ട് ബന്ധിച്ചു കൂടാഞ്ഞു. ചെങ്ങല കൊണ്ട് ബന്ധിച്ചാലോ ആ ബന്ധനത്തെ അവൻ പൊട്ടിച്ചു. അപ്പോൾ ചെങ്ങല പൊട്ടിക്കുവാൻ അവന് ശക്തിയുണ്ട്. അവനെ ആർക്കും അടക്കുവാൻ കഴിയുന്നില്ല. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചു. എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കി. ഒരു ചെറുപ്പക്കാരനായ ഒരു മനുഷ്യൻ തന്നെത്താൻ അവൻ എന്തു ചെയ്യുന്നു? സ്വന്തം ശരീരത്തെ ഉപദ്രവിക്കുന്നു. ലോകം അവന് പേരിട്ടു മാനസിക രോഗി.
നമ്മുടെ ഒരു നാട്ടുഭാഷയിൽ പറഞ്ഞാൽ അവന് ഭ്രാന്തുണ്ടെന്ന് ലോകം പറഞ്ഞു. അവനെ അടയ്ക്കുവാൻ ആർക്കും കഴിയത്തില്ല. അവൻ യേശുവിനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്നവനെ നമസ്കരിച്ചു. നോക്കിക്കേ, അപ്പം ആർക്കും കീഴ്പ്പെടുത്തുവാൻ കഴിയാത്ത ഒരാൾ, ആർക്കും കീഴടക്കുവാൻ കഴിയാത്തൊരു മനുഷ്യൻ, എപ്പോഴും ശവക്കല്ലറകളിലും മലമേലും നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് തന്നെത്താൻ ഉപദ്രവിക്കുന്ന ഒരു മനുഷ്യൻ യേശുവിനെ നമസ്കരിക്കുന്നു. കണ്ടോ? അവൻ ഉറക്കെ നിലവിളിച്ചു, യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിലെന്ത്? ദൈവത്തെയാണേ എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്നവൻ അപേക്ഷിച്ചു എന്ന് പറഞ്ഞു. നോക്കിക്കേ, അശുദ്ധാത്മാവേ ഈ മനുഷ്യനെ വിട്ടുപോകുക. അപ്പം ഇത്രയും നേരം സംസാരിച്ചത് ആരായിരുന്നു? യേശുവിനോട് സംസാരിച്ചത് ആരായിരുന്നു? അശുദ്ധനായ ആത്മാവ്. 6000 ഭൂതം, ലെഗിയോൻ, 6000 ഭൂതങ്ങൾ അവൻ്റെ മേൽ വസിച്ചിരുന്നു. ആ വസിച്ചിരുന്ന ദുരാത്മാവ് എന്ത് ചെയ്തു? അവനോട് സംസാരിക്കുന്നു. എന്താ സംസാരിക്കുന്നത്? ആർക്കും കീഴ്പ്പെടാത്തവൻ യേശുവിന് കീഴ്പ്പെടുന്നു. ആർക്കും അടക്കാൻ കഴിയാത്തവൻ യേശുവിന് അടക്കാൻ കഴിയുന്നു. അതിൻ്റെ കാരണം എന്താണ്? ബൈബിൾ പറയുന്നു, ദൈവത്തിൻ്റെ പുത്ര എന്നൊരു വാക്ക്. നിങ്ങൾ ആ പദം കണ്ടോ? മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്രൻ. അപ്പോൾ യേശുവിൻ്റെ പേരവിടെ പറയുന്നില്ല. നോക്കിക്കേ, അവിടെ ഉണ്ട്, യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? അപ്പോൾ യേശുവിനെ അവൻ അറിയാം. നമുക്ക് അപ്പോസ്തലപ്രവൃത്തി വായിക്കുന്ന സമയത്ത് പിശാചുകൾ പറയുന്നുണ്ട്, യേശുവിനെ എനിക്കറിയാം, പൗലോസിനെ എനിക്കറിയാം. കണ്ടോ? അപ്പോൾ 2 കാര്യങ്ങളാണ് ഇവിടെ. യേശുവിനെ അഡ്രസ്സ് ചെയ്യുന്ന പിശാച് അപ്പോസ്തലപ്രവൃത്തിയിലേക്ക് വരുമ്പോൾ യേശുവിനെ അറിയാം, പൗലോസിനെ അറിയാം. കണ്ടോ? അപ്പോൾ യേശുവിനെ അവന് പേടിയുണ്ട്, വേറെ ആരെയും അവന് പേടിയില്ല. യേശുവിനെ അവന് കീഴ്പ്പെടാൻ തയ്യാറാണ്. ഇവിടെ ആർക്കും അവനെ അടക്കാൻ കഴിയുന്നില്ല. പക്ഷേ യേശുവിൻ്റെ മുമ്പിൽ അവൻ എന്തു ചെയ്യുന്നു? കീഴ്പ്പെടുന്നു. എല്ലാവരെയും ഉപദ്രവിക്കുന്നവൻ യേശുവിൻ്റെ മുമ്പിൽ എന്തു ചെയ്യുന്നു? നമസ്കരിക്കുന്നു. ഇതുകൊണ്ടാണ് ബൈബിൾ വായിക്കുന്ന സമയത്ത് അവിടെയുള്ള ആൾക്കാർക്കെല്ലാം വലിയ കൺഫ്യൂഷൻ ഉണ്ടായി. അതുകൊണ്ടാണ് യഹൂദന്മാർ പറഞ്ഞു, ഇവൻ ബേത്സമൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു, ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് എന്ന് അവർ കളിയാക്കി യേശുവിനെ പറ്റി പറഞ്ഞു. കാര്യം, യേശു പറയുമ്പോൾ ഭൂതങ്ങൾ പോകുന്നു, യേശു പറയുമ്പോൾ ദുരാത്മാക്കൾ ഓടിപ്പോകുന്നു, യേശുവിൻ്റെ അടുക്കലേക്ക് ഭൂതങ്ങൾ വരുമ്പോൾ കീഴടങ്ങുന്നു. അവർ യേശുവിനെ നമസ്കരിക്കുന്നു, യേശുവിനെ കാണുമ്പോൾ ഭയപ്പെടുന്നു. ഉടനെ നാട്ടുകാർ വിചാരിച്ചു എല്ലാവരെയും പേടിപ്പിക്കുന്ന പിശാചുക്കൾ യേശുവിനെ കാണുമ്പോൾ നമസ്കരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഓർത്തു, യേശു ബേത്സമൂലിനെ കൊണ്ട്, അതായത് ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് എന്ത് ചെയ്യുക? ഇത് ചെയ്യുന്ന പരിപാടിയാ. ഇവർക്ക് മനസ്സിലായില്ല യേശു ക്രിസ്തു എന്നത്. ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ വാക്യത്തിൽ ഒരു വാക്യമുണ്ട്. ആമേൻ, ഇങ്ങനൊരു വാക്കുണ്ട്, സകല നാമത്തിലും. നോക്കിക്കേ, യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും അടങ്ങും. എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവിൻ്റെ മഹിമയ്ക്കായി ഏറ്റു പറയും. കണ്ടോ? യേശുവിൻ്റെ പേരിൻ്റെ അർത്ഥം തന്നെ സകല നാമത്തിലും മേലായ നാമം. സ്വർലോകത്തിലും ഭൂലോകത്തിലും അധോലോകത്തിലെയും എല്ലാത്തിൻ്റെ മുഴങ്കാലുകളെ മടക്കുന്ന നാമം, ഏത് ശക്തിയെയും ഒതുക്കുന്ന നാമം, ഏത് അധികാരത്തെയും താക്കുന്ന നാമം, ഏതു ശക്തിയെയും പിടിച്ചു കെട്ടുന്ന നാമം, അതാണ് യേശുവിൻ്റെ നാമം. ഇത് ആർക്കറിയാം? പിശാചിനറിയാം. നോക്കിക്കേ, പിശാചിനിത് അറിയാവുന്നത് കൊണ്ടാണ് ആർക്കും അടയ്ക്കുവാൻ കഴിയാത്തവൻ യേശുവിനെ കണ്ടപ്പോൾ, യേശു ദൂരത്തു നിന്ന് കണ്ടപ്പോൾ തന്നെ അവനെ നമസ്കരിച്ചു, ഉറക്കെ നിലവിളിച്ചു. കണ്ടോ? അടുത്തത് യേശുവേ എന്ന് വിളിച്ചു. കണ്ടോ? ആദ്യമായിട്ട് ഗദരദേശത്തേക്ക് വന്ന യേശു ആദ്യമായിട്ട് വരിക, ശിഷ്യന്മാർ കൂടെ വരിക. ഈ മനുഷ്യന് ബോധമില്ല, മാനസിക രോഗിയാണ്. യേശു പേര് പറഞ്ഞാൽ പോലും അറിയത്തില്ല. പക്ഷേ യേശുവിനെ അവൻ വിളിക്കുന്നു. അപ്പോൾ വിളിച്ചത് ആ രോഗമുള്ളവനല്ല, അകത്തിരിക്കുന്ന ദുരാത്മാവിനാണ്. ദുരാത്മാവിന് മനസ്സിലായി സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളെ മടക്കുന്ന നാമമാണിത്. ആ വാക്ക് ശ്രദ്ധിച്ച് നോക്കിക്കേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര. ആ വാക്ക് കണ്ടോ? ദൈവത്തിൻ്റെ പുത്രൻ. ഹല്ലേലൂയ. അപ്പം ദൈവത്തിൻ്റെ പുത്രൻ്റെ പ്രത്യേകത, ദൈവത്തിൻ്റെ പുത്രൻ്റെ മുമ്പിൽ സാത്താന് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല.
ദൈവത്തിൻ്റെ പുത്രൻ്റെ പ്രത്യേകത, ദൈവത്തിൻ്റെ പുത്രൻ സർവത്തിൻ്റെയും അധികാരിയായ വാക്കുകൊണ്ട് അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്ര എന്നാണ് കൊടുത്തേക്കുന്നത്. അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രൻ. നോക്കിക്കുക വാക്കുകൊണ്ടോ. അപ്പോൾ പുത്രൻ എന്തുണ്ട്? പുത്രനായി കഴിഞ്ഞാൽ ഇവിടെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ, മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഇതേ വാക്ക് തന്നെ താഴേക്ക് വരുമ്പോൾ അവിടെ കാണാൻ പറ്റും. നോക്കിക്കേ, അവൻ നിലവിളിച്ചുകൊണ്ട് ദൈവപുത്ര ഞങ്ങൾക്ക് നിനക്കും തമ്മിൽ എന്ത്. ഇതേ വാക്ക് തന്നെയാണ് മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്. ആമേൻ. മുമ്പേ നിനക്ക് ദണ്ഡിപ്പിക്കുവാൻ ഇവിടെ വന്നുവോ എന്ന് പറഞ്ഞു. അവർക്കൊക്കെയും വലിയൊരു പന്നിക്കൂട്ടം മേയിച്ചുകൊണ്ടിരുന്ന ഭൂതങ്ങൾ അവനോട് ഞങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ, നോക്കിക്കേ, ഭൂതം പറയാം, ഞങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ. അപ്പം ആർക്കും കീഴടക്കാൻ പറ്റാത്തവനെ യേശു കീഴ്പ്പെടുത്തുന്നു. ഹല്ലേലൂയ. അവൻ വിളിച്ചു പറയുന്നു, അവൻ നിലവിളിച്ചുകൊണ്ട് ദൈവപുത്ര ഞങ്ങൾക്ക് നിനക്കും തമ്മിൽ എന്ത്, ഞങ്ങളെ സമയത്തിന് മുമ്പേ ദണ്ഡിപ്പിക്കുന്നുവോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. നോക്കിക്കേ, ഇവിടെ പറയുന്ന യേശുവേ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര. അപ്പം ദൈവത്തിൻ്റെ പുത്രൻ്റെ പ്രത്യേകത, പിശാചുക്കൾ അവൻ്റെ താഴെയാണ്. എൻ്റെ കൂടെ പറഞ്ഞ്, ദൈവപുത്രൻ്റെ കീഴെയാണ് പിശാച് എന്ന് പറ. ദൈവപുത്രന്റെ കീഴിലാണ് പിശാച്. ഇനി യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ പറയുന്നു, യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, ദൈവമക്കളുടെ മുമ്പിൽ പിശാച് കീഴ്പ്പെടുമെന്ന് പറ. ആർക്കെങ്കിലും പിശാചിനെ ഭയമുണ്ടെങ്കിൽ, ആർക്കെങ്കിലും പിശാചുക്കളെ ഭയമുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ദൈവപുത്രനായാൽ മതി. ഇവിടെ നോക്കി, യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അത്യുന്നതനായ ദൈവത്തിൻ്റെ മക്കളാകുവാൻ അധികാരം കിട്ടുന്നു. അപ്പോൾ യേശു പുത്രനാകുമ്പോൾ പുത്രൻ്റെ മേൽ അധികാരമുണ്ട്. ഈ അധികാരമുള്ളത് കൊണ്ടാണ് പിശാചുക്കൾ പറഞ്ഞത്, കർത്താവേ ഞങ്ങളെ യേശുവിനെ കണ്ടപ്പോൾ തന്നെ അവൻ നമസ്കരിക്കാൻ കാരണം യേശുവിൻ്റെ മേൽ പുത്രൻ്റെ അധികാരമുണ്ട്. കണ്ടോ, പുത്രത്വം എന്ന അധികാരം. അപ്പോൾ ഈ അധികാരം രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ മേലേക്ക് വരുന്നു. പ്രത്യേകിച്ച് ഭൂതശാന്തി വരം, ഭൂതശാന്തി എന്നുള്ള വാക്ക് തെറ്റാണ്, ഭൂതങ്ങളെ പുറത്താക്കാനുള്ള വരം പ്രത്യേകിച്ച് നിങ്ങൾ പ്രാപിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ദൈവപുത്രനാന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭൂതങ്ങളെ പുറത്താക്കാൻ കഴിയും. ആമേൻ. നോക്കിക്കേ, മർക്കോസിൽ പറയുന്നു, അശുദ്ധാത്മാവേ ഈ മനുഷ്യനെ വിട്ട് പോകുക എന്ന് യേശു കൽപ്പിച്ചു. കണ്ടോ, നിന്റെ പേരെന്തെന്നോട് ചോദിച്ചത്. ഞാൻ ലെഗ്യോൻ, എൻ്റെ പേർ ലെഗ്യോൻ, ഞങ്ങൾ എന്ന് ഉത്തരം പറഞ്ഞു. അത് 6000 എന്ന സംഖ്യയാണ്. ആ നാട്ടിൽ നിന്നും ഞങ്ങളെ അയച്ചു കളയാതിരിപ്പാൻ ഏറിയൊന്ന് അപേക്ഷിച്ചുകൊണ്ട് സാത്താൻ അപേക്ഷിക്കുകയാണ്. അവൻ പന്നിക്കൂട്ടത്തിലേക്ക് എന്ത് ചെയ്തു? പോയി. പന്നികളെല്ലാം പോയി, വെള്ളത്തിൽ പോയി, ചത്തുപോയി. എനിക്ക് കേട്ടോണേ, യേശുവിൻ്റെ അടുക്കൽ വന്ന് ലെഗ്യോൻ ഉണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചു. കണ്ടോ, സുബോധം പൂണ്ടിരിക്കുന്നത് കണ്ടവർ ഭയപ്പെട്ടു. എൻ്റെ പ്രിയരെ, ഇതാണ് പുത്രന്മാരുടെ ശുശ്രൂഷ. നിങ്ങൾ രക്ഷിക്കപ്പെട്ടതും നിങ്ങൾ യേശുക്രിസ്തുവിനെ അറിഞ്ഞതും ഞായറാഴ്ച അവിടെ പോരുന്നുകൊണ്ട് ഹല്ലേലൂയ പറഞ്ഞ് പാട്ടും പാടി സ്വോത്രം പറഞ്ഞ് സ്വോത്രകാഴ്ച ഇട്ടിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് ഇറച്ചിയും മീനും കഴിക്കാൻ വേണ്ടിയല്ല, അനേക ബന്ധിതരെ മോചിപ്പിക്കുവാൻ പുത്രൻ്റെ അധികാരമുള്ളവരാ നിങ്ങൾ. നോക്കി, ഒരു കുടുംബം രക്ഷപ്പെട്ടില്ല. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, ഒരു കുടുംബം രക്ഷപ്പെട്ടെന്ന് പറ. നിങ്ങൾ ആ ചെറുപ്പക്കാരൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. നല്ലൊരു ചെറുപ്പക്കാരൻ, ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, അവൻ സ്കൂളിൽ പഠിക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരിക്കും. ഏതോ ഒരു സമയത്ത് ഈ 6000 ഭൂതം അവൻ്റെ മേൽ കയറി. എവിടെ നിന്ന് കയറി നമുക്കറിയത്തില്ല, എവിടെ വെച്ച് ഇവൻ്റെ ഭൂതം പിടിച്ചെന്ന് അറിയത്തില്ല. ഭൂതം കയറിയപ്പം മുതൽ അവൻ മാനസിക രോഗിയായി. അവൻ്റെ വസ്ത്രം മൊത്തവും അഴിച്ച്. എന്തൊരവസ്ഥയാണെന്ന് നോക്കി. ആ മകന് ഭാര്യയോ മക്കളോ പിതാവോ മാതാവോ ഒക്കെ ഉണ്ടെങ്കിൽ, സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇവൻ ഇങ്ങനെ നഗ്നനായി ആ ടൗണിൽ നടക്കുമ്പോഴേക്കും നാട്ടുകാരെല്ലാം ഇവൻ്റെ നഗ്നത കാണുമ്പോൾ ആ കുടുംബത്തിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കി. ആ ചെറുപ്പക്കാരൻ ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ വരത്തില്ല. അവനൊരു ഭ്രാന്തനെ പോലെ അലഞ്ഞു നടക്കും. എൻ്റെ പ്രിയരെ, യേശുവിനെ അറിഞ്ഞ നിങ്ങളാണ് ലോകത്തെ വിടിവിക്കുവാനുള്ള ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരും. നമ്മളിങ്ങനെ സ്വതന്ത്രം പറഞ്ഞിരിക്കുവല്ല.
ചിലർ പറയും, ബ്രദറെ എനിക്കുള്ള കഴിവുണ്ടോ? പ്രിയരെ, പുത്രനെങ്കിലോ, വാക്ക് കണ്ടോ, പുത്രൻ. പിശാശ് അവിടെ അഡ്രസ്സ് ചെയ്യുന്നൊരു വാക്ക് നിങ്ങൾ നോക്കിക്കേ. പിശാശ് അവിടെ പറയുന്ന വാക്ക് ശ്രദ്ധിച്ച് നോക്കിക്കേ. അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്ര, നോക്കിയേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്രൻ, സൺ. ഇതേ വാക്ക് തന്നെ യോഹന്നാൻ പറയുന്നു, നോക്കിക്കേ. യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരമുണ്ട്. അയ്യോ ബ്രദർ, ഇനി പ്രത്യേക കൃപ വല്ലതും വേണോ? പുത്രനാണെന്നുള്ള ബോധ്യമുണ്ടോ? പുത്രനാണെന്നുള്ള ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടെങ്കിൽ ഭൂതം പോകാൻ റെഡിയാ. കണ്ടോ, പിശാശ് പോകാൻ റെഡിയായിട്ട് നിൽക്കുക. അവിടെ നിങ്ങൾ നോക്കിക്കേ, ഇത്രയും ദിവസം പോകാത്ത പിശാശ് അവിടെ പറയുന്ന വാക്ക് കണ്ടോ, യേശുവിനോട് പറയുകയാണ്. ആമേൻ. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വരുമ്പോൾ നോക്കിക്കേ, താഴേക്ക് വരുമ്പോൾ അവൻ പറയുകയാണ്, അവനെ എന്താ പറഞ്ഞേക്കുന്നത്, ആ പന്നികളിലേക്ക് കടക്കേണ്ട ഞങ്ങൾക്ക് അയക്കണമേ എന്ന് അവനോട് അപേക്ഷിക്കുക. കണ്ടോ, പുള്ളി റെഡിയായി. ഇത്രയും ദിവസം ആ മനുഷ്യനെ ഭ്രാന്തനാക്കി ചിത്രീകരിച്ച് അവൻ്റെ ശരീരം മുഴുവനും മുറിവേൽപ്പിച്ച പിശാശ് പറയും, ഞങ്ങൾ റെഡിയാ പോകാൻ. എൻ്റെ ചോദ്യം, ഇത്രയും ദിവസം എന്നെ നീ പോകാഞ്ഞത്? യേശു പറയാഞ്ഞിട്ട്. കണ്ടോ, എൻ്റെ കൂടെ പറഞ്ഞ കേട്ടെ, പോകാഞ്ഞത് പറയാഞ്ഞിട്ടാന്ന് പറ. പിശാശ് റെഡിയാണ് പോകാൻ. നോക്കിക്കേ, പിശാശ് റെഡിയായി നിൽക്കുക. നമുക്ക് ആ വാക്ക് കണ്ടോ, പിശാശ് പറയുകയാണ്, കർത്താവേ, നോക്കി, യേശുവേ, ആ പന്നികളിലേക്ക് കടക്കേണ്ടതിന് ഞങ്ങളെ അയക്കണമേന്ന് അവർ അവനോട് അപേക്ഷിച്ചു. കണ്ടോ, നമ്മൾ സാത്താനെ കാണുമ്പോൾ ഇങ്ങനെ വിറയ്ക്കുക. പിശാശ് ഇങ്ങനെ പാക്ക് ചെയ്ത് റെഡിയായിട്ട് നിൽക്കുക. ഏത് പുത്രനാ വന്നൊന്ന് പറയാൻ നിൽക്കുന്നത്, ഏത് പുത്രിയോ ഒന്ന് പറയുന്നത്. പറയാതെ അവൻ പോകത്തില്ല കേട്ടോ, അതൊരു പ്രത്യേകതയാണ്. അവർ റെഡിയാ പോകാൻ വേണ്ടി. യേശു വന്നപ്പോൾ തന്നെ പുള്ളി പാക്ക് ചെയ്തു. യേശു ഗദരദേശത്ത് എത്തിയപ്പോൾ തന്നെ ബാഗ് എല്ലാം പാക്ക് ചെയ്തു. പക്ഷെ പുള്ളിയുടെ പരാതി ഇതാണ്, കർത്താവേ, ഞങ്ങളെ അയക്കണം. കണ്ടോ, ഒന്ന് സഹായിക്കാം നമുക്ക് പിശാചുക്കളെ. ആ ബന്ധിക്കപ്പെട്ട് ആൾക്കാരുടെ വീട്ടിൽ പോയിട്ടൊന്ന് സഹായിക്കാവോ? 2 പേരെ സഹായിക്കാം. ഒന്ന്, യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തെ പിശാച് നീ ഇറങ്ങിപ്പോ, അവനൊന്ന് സഹായിച്ചേക്കാം നമുക്ക്. എങ്ങോട്ട് പോകാനാ? പാതാളത്തിലേക്ക് അവനെ ഇറക്കി വിടാൻ വേണ്ടി. 2, ആ ഭൂതഗ്രസ്തൻ, നഗ്നനായി വസ്ത്രം ധരിക്കാതിരുന്ന മനുഷ്യൻ. നിങ്ങൾ ആ വാക്ക് കണ്ടോ? യേശു ലഗ്യനുണ്ടായിരുന്നവൻ്റെ അടുക്കൽ വന്ന് അവൻ ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ച് സുബോധം പൂണ്ടു. അപ്പോഴവന് വസ്ത്രം ധരിച്ചത്, അതുവരെ അവൻ വസ്ത്രമിട്ടില്ല, നഗ്നനായിരുന്നു. അവരെ കണ്ടവരെല്ലാം ഇത് ഭൂതഗ്രസ്തന് സംഭവിച്ചതും പന്നികളുടെ കാര്യവും അവിടെ അറിയിച്ചു. കണ്ടോ, 2 കാര്യം പറഞ്ഞത്. പന്നി ചത്തുപോയ കാര്യമാണ് അവർക്ക് വലുത്. അതിനേക്കാൾ വലിയൊരു കാര്യം നടന്നു. ആ ചെറുപ്പക്കാരൻ വിടിവിക്കപ്പെട്ടു. എൻ്റെ പ്രിയരേ, നിങ്ങൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആ കുടുംബത്തെ രക്ഷപ്പെടുത്തുവാണ്. നിങ്ങളൊരു കുടുംബത്തെ രക്ഷിക്കുകയാണ്. അപ്പം അതിന് ബ്രദറെ എനിക്ക് പ്രത്യേകിച്ച് വല്ലോ അധികാരം ഉണ്ടോ ബ്രദറെ? ഞാൻ പറഞ്ഞു, 2 തരം കോളിങ്ങുകളുണ്ട്, 2 തരം വിളികളുണ്ട്. ഒന്ന്, ശുശ്രൂഷയുടെ വിളി സെപ്പറേറ്റ് ആണ്. ഇപ്പം നിങ്ങളെ ഇപ്പം നടത്തുവാൻ വേണ്ടി ദൈവം എന്നെ ആക്കി വെച്ചു. പ്രായം നോക്കിയാൽ നിങ്ങളെക്കാളും ചെറുതായിരിക്കാം. നിങ്ങൾ പറയത്തില്ല, നമ്മൾ ലോക പരിചയം നോക്കിയാൽ നിങ്ങളെക്കാളും ചെറുതായിരിക്കാം. പക്ഷേ ശുശ്രൂഷയിൽ ദൈവം തിരഞ്ഞെടുക്കുന്ന ഒരു തിരഞ്ഞെടുപ്പുണ്ട്. അതെല്ലാവർക്കും ഉള്ളതല്ല. സുവിശേഷം പറയാൻ എല്ലാവർക്കും വിളിയുണ്ട്. പക്ഷേ ഇടയൻ എന്നുള്ള വിളി സെപ്പറേറ്റ് ആണ്. ഇടയൻ്റെ വിളി, പ്രവാചകൻ, എല്ലാവർക്കും പ്രവചിക്കാൻ പറ്റും. പക്ഷെ പ്രവാചകൻ എന്നുള്ള വിളി വേറെയുണ്ട്. നോക്കിക്കേ, വിളികൾ വ്യത്യാസമുണ്ട്. പക്ഷേ ഇത് യേശുവിൻ്റെ നാമത്തിൽ പുത്രന്മാരുടെ അധികാരം വേറെയാണ്. നോക്കിക്കേ, നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് എപ്പോഴും പറയുന്ന വാക്യമാണ്, വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കും. എന്താ വിശ്വസിക്കേണ്ടത് പറ. ഇത്ര നേരം കേട്ടത് വെച്ച് പറയണേ. എന്താ വിശ്വസിക്കേണ്ടത്? ഞാൻ ആരാന്ന് വിശ്വസിക്കേണ്ടത്? ഞാൻ മകളാണെന്ന് ദൈവത്തിന്റെ പൈതലാണ്. ഞാൻ ദൈവത്തിൻ്റെ മകനാണ്. അങ്ങനെ വിശ്വസിക്കുന്നവരിലൂടെ കണ്ടോ, അടയാളങ്ങൾ നടക്കും. അവർ യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. കണ്ടോ, അപ്പം ഭൂതം പോകത്തില്ല, പുറത്താക്കണം. പറഞ്ഞോട്ടെ, ഭൂതം പോകത്തില്ല, പുറത്താക്കണമെന്ന് പറ. നമുക്കറിയാം, നമ്മൾ ഈ മാന്യത എന്നൊരു വാക്കുണ്ടല്ലോ, മാന്യത.
എന്താ മാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും ഡീസൻ്റ് ആയിട്ടൊരു വ്യക്തി. ആ വ്യക്തിയുടെ പ്രത്യേകത നിങ്ങളിപ്പോൾ പറയും, ഒരാൾ വരുമ്പം നമ്മൾ കസേരയിൽ ഇപ്പോൾ പ്രായമായ ഒരാൾ നടന്നു വരുമ്പോഴേക്കും പുള്ളിക്ക് നടക്കാൻ മേലെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? അദ്ദേഹത്തെ നമ്മൾ വരുമ്പോൾ തന്നെ ബഹുമാനം കൊണ്ട് നമ്മൾ എണീക്കും അല്ലേ? ബഹുമാനം കൊണ്ട് നമ്മൾ എന്തു ചെയ്യും? എണീക്കും. എങ്ങനെ എണീക്കുന്നത്? റെസ്പെക്റ്റ് കൊടുക്കും. ആ റെസ്പെക്റ്റ് വേണം. അപ്പം നമ്മളൊരു മാന്യത, ചിലരുണ്ട് എണീക്കത്തില്ല, പ്രായമായവർ മേലാത്തവർ വന്നാൽ പോലും അവിടെ ഇരിക്കും, മാന്യതയില്ല. പിശാചിന് മാന്യതയില്ല. അതുകൊണ്ടാണ് അവനെ പുറത്താക്കണം. അവൻ തന്നെ പോകത്തില്ല. ആമേൻ. അവൻ തന്നെ പോകത്തില്ല. അവൻ എന്ത് ചെയ്യണം? പുറത്താക്കണം. ഹല്ലേലൂയ. ഇനി ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറയുന്നത് യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും കണ്ടോ. ഇനി ദൈവമക്കളായിട്ട് നമുക്ക് തോന്നിവാസം പോകാൻ പറ്റത്തില്ല. 2 പുത്രന്മാരുണ്ട്. ഒന്ന് മുടിയൻ പുത്രനുണ്ട്. മുടിയൻ പുത്രൻ, അവൻ്റെ പേരും പുത്രൻ എന്നാണ്. മുടിയൻ പുത്രനൊക്കെ നമുക്കറിയാം അല്ലേ? മുടിയൻ പുത്രനുമുണ്ട്, ദൈവപുത്രനുണ്ട്. 2 പേരും പുത്രന്മാരാണ്. പക്ഷെ മുടിയൻ പുത്രൻ്റെ പ്രത്യേകത, അവൻ അപ്പൻ്റെ ഭവനത്തിൽ കിടക്കത്തില്ല. അവൻ ലോകത്തിൻ്റെ പാപികളായ സ്ത്രീകളോടുകൂടെയും മദ്യപാനികളോടുകൂടെയും വെറിക്കൂത്തുകാരുടെ കൂടെയും അങ്ങനെയുള്ള ശയനമോഹങ്ങളിൽ രസിക്കുന്നവനാണ്. പന്നികൾ തിന്നുന്ന വാളവര കഴിക്കുന്നവനാണ്. അവൻ്റെ പേരും പുത്രൻ എന്നാണ്, മുടിയനായ പുത്രൻ. നോക്കിക്ക, അപ്പോൾ 2 പുത്രന്മാരുണ്ട്. പുത്രനായതുകൊണ്ട് കാര്യമില്ല, നല്ല പുത്രനാണ്. പറഞ്ഞാട്ടെ, പുത്രനായതുകൊണ്ട് കാര്യമില്ല, നല്ല പുത്രനാന്ന് പറ. അപ്പൊ നല്ല പുത്രന്മാരാരാണ്? ദൈവാത്മാവ് നടത്തുന്നത് ഏവർക്കും ദൈവമക്കളാകുന്നു. കണ്ടോ, ദൈവാത്മാവ് നടത്തുന്ന പുത്രന്മാര്. മുടിയൻ പുത്രനുമുണ്ട്, നല്ല പുത്രനുമുണ്ട്. 2 പേരും പുത്രന്മാരാണ്. പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുന്ന പുത്രന്മാര്, പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്ന പുത്രന്മാര്. അവിടെ ശ്രദ്ധിച്ചോണം. ഇപ്പം ഞാൻ ദൈവത്തിൻ്റെ പുത്രനാന്ന് പറഞ്ഞുകൊണ്ട് തോന്നിവാസം നടന്നിട്ട് ഓടിപ്പോയി പിശാചിനോട് പോകാൻ പറഞ്ഞാൽ പിശാച് പറയും, ആഹാ കൊള്ളാലോ, നീ മുടിയൻ പുത്രനാന്ന് പറയും. കണ്ടോ, ഇവിടെ ദൈവത്തിൻ്റെ പുത്രന്മാരാരാണ്? പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നവർ. എന്താ പരിശുദ്ധാത്മാവിൻ്റെ അനുസരണം എന്ന് പറയുന്നത്? യോഹന്നാൻ ശ്ലീഹ സുവിശേഷത്തിൽ 14-ാം വാക്യത്തിൽ യേശു ഇങ്ങനെ പറയുന്നുണ്ട്, ആമേൻ, ഞാൻ പോയ ശേഷം ആര് വരും? കാര്യസ്ഥൻ വരും. കാര്യസ്ഥൻ എന്നാ പറയും? എങ്കിൽ നിന്ന് കേട്ടത് നിങ്ങളെ ഓർമ്മപ്പെടുത്തും. കണ്ടോ, യേശു പറഞ്ഞ വചനങ്ങളെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തും. പരിശുദ്ധാത്മാവിനെ അനുസരിക്കാന്ന് പറഞ്ഞാൽ ആ കേട്ട വചനത്തെ ഏറ്റെടുക്കുന്നവർ. വചനപ്രകാരം നമ്മൾ സ്റ്റെപ്പ് എടുത്ത് വെക്കണം. ഹല്ലേലൂയ. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും മന്ത്രവാദിയെ കാണും അങ്ങോട്ട് പോവുകയും എല്ലാ സ്ഥലത്തുകളിൽ പോയി തല വെക്കുകയും ചെയ്തിട്ട് ഓടി വന്നിട്ട് കർത്താവ് എന്ന് പറയരുത്, പിശാച് കൂടെ പോരും. നോക്കിക്കേ, ബൈബിൾ പറയുന്നു ദൈവം ഏകനല്ലോ. കൊള്ളാം, പിശാചും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. അവൻ വിറയ്ക്കുകയും ചെയ്യുന്നു. യാക്കോബിന്റെ ലേഖനം പറയുക, ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നവനെ പിശാച് വിറയ്ക്കും. ആമേൻ. അപ്പം ദൈവത്തിൻ്റെ മക്കളുടെ പ്രത്യേകത ഇവിടെ നോക്കിക്കേ, ഒരു കുടുംബത്തെ രക്ഷിക്കാൻ പറ്റും. എൻ്റെ കൂടെ പറഞ്ഞാൽ ദൈവപുത്രന്മാർക്ക് കുടുംബങ്ങളെ രക്ഷിക്കാൻ പറ്റുമെന്ന് പറ. അപ്പൊ നിങ്ങൾ ഈ പുത്രന്റെ അധികാരം വെച്ചുകൊണ്ട് ഞായറാഴ്ച പള്ളിയിൽ പോകുന്നു, തിരിച്ചു വരുന്നു, ഇറച്ചി കഴിക്കുന്നു, കടന്നുറങ്ങുന്നു, തിങ്കളാഴ്ച ജോലിക്ക് പോകുന്നു. എൻ്റെ പ്രിയരെ, ഇന്നു മുതൽ പ്രാർത്ഥിക്കൊണ്ടിരിക്കണം, പരിശുദ്ധാത്മാവേ എന്നെ ഡ്യൂട്ടിക്ക് വിടണം. എൻ്റെ ഡ്യൂട്ടി എന്തുവാ? അനേക തകർന്ന ഇതേപോലെയുള്ള ലഗ്യോൻ ബാധിച്ച കുടുംബങ്ങളെ രക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ പുത്രനാക്കി എന്നെ മാറ്റിയിരിക്കുന്നു. കണ്ടോ, അപ്പോൾ ദൈവത്തിൻ്റെ പുത്രനാക്കി മാറ്റിയിരിക്കുന്ന നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആ വാക്ക് കണ്ടോ? ഇവിടെ നിങ്ങൾ ആ മർക്കോസ് സുവിശേഷത്തിലെ വാക്ക് കണ്ടോ? അപ്പോൾ ഭൂതഗ്രസ്തൻ വന്നിട്ട് അവൻ യേശുവിലേക്ക് വന്ന് സുബോധം പൂണ്ടു. കണ്ടവർ ഭൂതഗ്രസ്തന് സംഭവിച്ചത് എനിക്ക് തോന്നുന്നത് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോഴേ ഇവിടെ വാക്യത്തിലുണ്ട്, അവൻ പടക് ഏറുമ്പോൾ ഭൂതഗ്രസ്തനായിരുന്നവൻ വന്ന് താനും കൂടെ പോരട്ടെ എന്നവനോട് അപേക്ഷിച്ചു. ഉടനെ ഭൂതമുള്ള മനുഷ്യൻ പറയാം, കർത്താവേ എനിക്കിപ്പോൾ നല്ല സൗഖ്യം കിട്ടി, എനിക്ക് ഭൂതമൊക്കെ വിട്ടുപോയി, സമാധാനം, ഒരു കാര്യം ഞാനും ആ ബോട്ടെ കയറിക്കോട്ടെ എന്ന് ചോദിച്ചു. ഉടനെ യേശുവിൻ്റെ മറുപടി കണ്ടോണേ, യേശു അവനെ അനുവദിക്കാതെ. അപ്പോൾ എൻ്റെ കർത്താവേ, യേശുവിനെ കൂട്ടിക്കൊണ്ട് പോകാത്തത്,
നീ നിൻ്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്കുക എന്നവരോട് പറഞ്ഞു. ആദ്യം നീ നിൻ്റെ വീട്ടിൽ പോകുക. വീട്ടിൽ പോയിട്ട് പറയണം. നിന്നെ പറ്റി വ്യാകുലപ്പെട്ടവരില്ലേ? നീ ഭ്രാന്തനെന്ന് പറഞ്ഞപ്പോൾ കരഞ്ഞ കുടുംബക്കാരില്ലേ? നിനക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞ് കണ്ണുനീർ വാർത്തവരില്ലേ? ആ ഭവനത്തിൽ പോയിട്ട് നീ സാക്ഷ്യം പറയണം. കണ്ടോ, ഇതാണ് സാക്ഷ്യം പറയണമെന്ന് പറയുന്നതിൻ്റെ കാരണം. യേശു പറഞ്ഞില്ലേ, നീ എൻ്റെ കൂടെ വന്നാൽ അവരോർക്കും നീ എവിടെയോ പോയി മരിച്ചുപോയി, നിനക്ക് ഭ്രാന്തായിരുന്നല്ലോ, ആരോ പറഞ്ഞ് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയി കാണും. അല്ല, നീ മടങ്ങി ചെല്ലണം, പറയണം, ദൈവം എന്നോട് കരുണ കാണിച്ചു. കണ്ടോ, കർത്താവ് നിനക്ക് എന്തു ചെയ്തു എന്ന് പറയണം. പോയി അവിടെ സാക്ഷ്യം പറയണം. കണ്ടോ, സാക്ഷ്യം പറയാതിരിക്കരുത് പ്രിയരെ. അനേകരെ സാക്ഷ്യം കൊടുക്കുവാനുള്ളവരാ ദൈവമക്കൾ നിങ്ങൾ. അടുത്ത വാക്യം, അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും ദെക്കപ്പോലി നാട്ടിലൊക്കെയും ഘോഷിച്ചു തുടങ്ങി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. കണ്ടോ, ആ ചെറുപ്പക്കാരൻ പോയി സാക്ഷ്യം പറഞ്ഞു. കണ്ടോ, സാക്ഷ്യം പറയണം. അവൻ പറഞ്ഞു വെറുതെ ഇരുന്നില്ല, എനിക്കെന്തോ ഗുളിക കഴിച്ചപ്പോഴേക്കും ഒരു മാറ്റം വന്നു, സ്വോത്രം എന്നല്ല പറഞ്ഞത്. അവൻ വ്യക്തമായി പറഞ്ഞു, ഞാൻ ഭൂതം ബാധിച്ചവനായിരുന്നു, നഗ്നനായിരുന്നു, മുറിവേറ്റവനായിരുന്നു, തകർന്നവനായിരുന്നു, കുടുംബത്തിന് കൊള്ളാത്തവനായിരുന്നു, കുടുംബക്കാരുടെ കണ്ണുനീരായിരുന്നു, യേശു എന്നെ തൊട്ടു. അപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാരെ, ഇങ്ങനെയുള്ള അനേക കുടുംബങ്ങളെ വിടുവിക്കുവാനാണ് പുത്രൻ്റെ അധികാരം. യോഹന്നാൻ്റെ വാക്ക് കണ്ടോ, നിങ്ങൾ നോക്കിയേ, യേശുവിൻ്റെ നാമത്തെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം. ആ വാക്ക് മറക്കല്ലേ. അപ്പം അധികാരം കിട്ടിയോ ഇല്ലയോ? പറ. എങ്ങനെ അറിയാൻ പറ്റി അധികാരം ഉണ്ടെന്ന്? ദൈവത്തിന്റെ മകളായ യേശുവിൽ വിശ്വസിക്കുന്നവർ. വിശ്വസിക്കുന്നതുകൊണ്ട് ഞാൻ മകളാകുന്നു. ആമേൻ. കേട്ടെ, അപ്പം ദൈവത്തിൻ്റെ പുത്രന്മാരാണെന്നുള്ള വിശ്വാസമുണ്ടോ? ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞായിരുന്നു, നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ആണ് ഇവിടുത്തെ മൊത്തം പ്രശ്നം. നമ്മൾ മൊത്തം കുഴഞ്ഞു കിടക്കുന്ന സ്ഥലം കോൺഫിഡൻസ് ഇല്ല. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഒരാളൊന്ന് പറയാൻ പറ്റും, നിങ്ങളുടെ പിതാവിൻ്റെ പേരെന്ന് പറയാൻ പറ്റുമോ? പിതാവിൻ്റെ പേര് ഒരാളൊന്ന് പറഞ്ഞു. ശങ്കരൻ നായർ. ജോർജ്. കണ്ടോ, നിങ്ങളെല്ലാം നിങ്ങളുടെ പിതാവിൻ്റെ പേര് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ ഒരു ഡൗട്ടും വന്നില്ല അല്ലേ? ഒരു സംശയവും വന്നില്ല, ഒരു ക്ലാരിറ്റി കുറവുമില്ല. അവിടെ നിങ്ങൾ ഒരു ഡൗട്ടും വരാതെ ചാടി പറഞ്ഞു നിങ്ങളുടെ പിതാവിൻ്റെ പേര്. എന്നാ കോൺഫിഡൻസോടെ നിങ്ങൾ പിതാവിൻ്റെ പേര് പറഞ്ഞതല്ലേ? ഈ കോൺഫിഡൻസ് ആണ് വിശ്വാസിക്ക് വേണ്ടത്. നമുക്ക് വിശ്വാസമുണ്ട്, ഉറപ്പാണ്. ധൈര്യത്തോടെ പറയണം, യേശുവിൻ്റെ നാമത്തിൽ അനേക തകർന്ന കുടുംബങ്ങൾ എന്നിലൂടെ വിടുവിക്കപ്പെടും. എന്നാ തെളിവ്? ഞാൻ പുത്രനാണ്. അയ്യോ, പുത്രനെങ്കിലോ ഞാൻ അധികാരമുള്ള വ്യക്തിയാണ്. അധികാരമുണ്ട്, എനിക്ക് അധികാരമുണ്ട്. ഈ അധികാരത്തിലാണ് പിശാചിന് പേടി. ആമേൻ. അധികാരത്തെ ഉപയോഗിക്കുന്നത് എങ്ങനെയാ? ഒരു ഭവനത്തിൽ ചെല്ലുമ്പോൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ കൂടെ ജോലി ചെയ്തവരെ, ഞാൻ നിങ്ങളുടെ സഹോദരി പറഞ്ഞതുപോലെ, ഞാൻ ഇപ്പോഴും ആ സാക്ഷി ഓർക്കുന്ന ഒരു ടീച്ചറാണ് എനിക്ക് തോന്നുന്ന സഹോദരി, ആ കൂടെ ജോലി ചെയ്യുന്നൊരു സഹോദരി പെട്ടെന്ന് പറഞ്ഞു മൈഗ്രെയിൻ്റെ ബുദ്ധിമുട്ടാണ്, വർഷങ്ങളായിട്ട് മൈഗ്രെയിൻ ആയിരുന്നു, തല അനക്കാൻ പറ്റത്തില്ല, അതുപോലെ തലവയ്ക്കകത്ത് വേദനയായിരുന്നു. ഉടനെ ആ സഹോദരി, ഇന്നലെ വരെ സഹോദരിക്ക് പാരസെറ്റമോൾ കൊടുത്തുകൊണ്ടിരുന്ന ആളായിരുന്നു. വചനമെല്ലാം കേട്ട് ബലപ്പെട്ടപ്പോഴേ ഒരു കാര്യം ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചേ. ഇത്രയും നാളും വേദനയെന്ന് പറയുമ്പോൾ പാരസെറ്റമോൾ കൊടുത്തുകൊണ്ടിരുന്ന ആൾ ഇന്ന് എന്ത് ചെയ്യുക? പുള്ളിക്കാർ പറഞ്ഞു എന്തായാലും പ്രാർത്ഥിക്കും, വേറെ മുടക്കൊന്നുമില്ല, പൈസ ഒന്നും വേണ്ട, ഫ്രീ ആണ്. കൈവച്ച് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം നമ്മൾ പറഞ്ഞു ഇത്രയും വർഷമായിട്ടുള്ള മൈഗ്രെയിൻ ഇപ്പോൾ എനിക്കില്ല. കണ്ടോ? കാരണം എന്താണെന്നറിയാവോ? പുത്രിയാന്നുള്ള ബോധ്യമുണ്ടായപ്പോൾ മറ്റൊരാൾക്കത് വിടുതൽ കൊടുക്കുവാൻ എൻ്റെ അകത്തൊരു അധികാരമുണ്ട്. ചിലരിപ്പോഴും ഉണ്ട്, കർത്താവേ കൃപ തരണമേ. അവർക്കിപ്പോഴും സ്വന്തം പിതാവിൻ്റെ മക്കളെന്നുള്ള കോൺഫിഡൻസ് ഇല്ലാത്തവരാ. ഇപ്പം ഞാൻ ചോദിച്ചില്ല, പിതാവിൻ്റെ പേര് പറയുമ്പോൾ ചാടി പറഞ്ഞില്ലേ, ആലോചിച്ച് പോലുമില്ല. കോൺഫിഡൻസ്, ഇതാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഉറപ്പ്, വിശ്വാസമല്ല, ഉറപ്പ്. വിശ്വാസമുണ്ട്, പക്ഷെ ഉറപ്പാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ചോദിച്ചില്ലേ നിങ്ങളുടെ പിതാവിൻ്റെ പേരെന്താ? ബ്രദറെ, എൻ്റെ പിതാവിൻ്റെ പേര്, ഞാൻ വിശ്വസിക്കുന്നത് ഇന്നയാളാണ്, പക്ഷേ എനിക്കൊരു ഉണ്ടോ, അങ്ങനെയല്ലോ നമ്മൾ പറഞ്ഞില്ലേ ചാടി. ഇതാണ് വിശ്വാസവും ഉറപ്പ്. ഈ ഉറപ്പിനെയാണ് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഇതാണ് യേശു എപ്പോഴും പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഞാൻ ആ ദൈവത്തിൻ്റെ പുത്രൻ, കണ്ടോ, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നയാൾ, എൻ്റെ പിതാവ് സ്വർഗത്തിലുണ്ട്. എപ്പോഴും യേശു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടോ? ആ കോൺഫിഡൻസിനെ ഉയർത്തുക.
ആമേൻ. ഹാലലൂയ. ഇനി ഫിലിപ്പ്യർക്ക് എന്തുകൊണ്ടാണ് യേശുവിൻ്റെ നാമത്തിൽ, മർക്കോസ് പറഞ്ഞല്ലോ 16 യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കാൻ പറഞ്ഞത്? ഇനി നിങ്ങളുടെ പേര് പറഞ്ഞാലോ എൻ്റെ പേര് പറഞ്ഞാലോ പിശാച് പോകത്തില്ല. ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം ഒരു സിസ്റ്റമാണ്. എൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട് എല്ലാം ഒരു സിസ്റ്റമാണെന്ന് പറ. എല്ലാം ഒരു സിസ്റ്റമാണ്. പിശാചിനും അതായത് ഈ ഇവിടെ പറഞ്ഞു എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങൾ പുറത്താകും. നോക്കാം വാക്കുകൊണ്ട് മർക്കോസ് 16:17. എന്തുകൊണ്ട്? ഫിലിപ്പിയ ലേഖനം പറയുന്നു, അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാല് മടങ്ങും. കാരണം യേശുവിൻ്റെ നാമത്തെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി. അപ്പം യേശുവിനെ ദൈവം അങ്ങനെ വെച്ചിരിക്കുകയാണ്. യേശുവിൻ്റെ പേര് പറഞ്ഞെങ്കിലേ അത് നടക്കത്തുള്ളൂ. കണ്ടോ, ഞാൻ പുത്രനാണ്, അധികാരിയാണെങ്കിലും എനിക്ക് യേശുവിൻ്റെ നാമത്തെ ഉപയോഗിക്കുവാൻ കൃപ ലഭിച്ചു. അപ്പോൾ പിശാചിന് മനസ്സിലാകണമെങ്കിൽ പോടാന്ന് പറഞ്ഞാൽ അവൻ പോകത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ പറയണം. കണ്ടോ, അവൻ്റെ മുഴങ്കാലുകളെ മടക്കുന്ന നാമം. ആമേൻ. എന്നെ അധികാരി പുത്രനാക്കിയ നാമം. നോക്കി, യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ. അപ്പം ഇന്ന് മുതൽ നിങ്ങൾ വചനം പറയണം. മർക്കോസിൻ്റെ 16 പറയണം. എന്താ പറയേണ്ടത്? വിശ്വസിക്കുന്ന. ഇനി വിശ്വസിക്കുക എന്നുള്ള വാക്ക് മാറ്റണം. അവിടെ സ്നാനപ്പെടണം. കണ്ടോ, വിശ്വസിക്കുകയും സ്നാനം വെളുക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഇത് രണ്ടും, രക്ഷിക്കപ്പെട്ടവൻ ഇത് മൂന്നും പറയേണ്ട കാര്യമില്ല. ഇനി പറയേണ്ടത് എന്നിലൂടെ ഭൂതങ്ങൾ പുറത്തു പോകും. കാര്യം ഇനി ഞാൻ പ്രത്യേകിച്ച് വിശ്വസിക്കുന്നവരാണെന്ന് പറയുമ്പോൾ ആരുടെയോ മേൽ നമ്മൾ ചാരുക. പോകണ്ട അങ്ങോട്ട്. ഞാനാൾ, എന്നെപ്പറ്റിയാണ് പറയുന്നത്. എന്നിലൂടെ അടയാളങ്ങൾ നടക്കും. കണ്ടോ, നടക്കണമേ, തുറക്കണമേ, കിട്ടണമേ, ലഭിക്കണമേ, വരണമേ, ഇങ്ങനെയൊക്കെ നമ്മുടെ പ്രാർത്ഥനയുണ്ട്. ബൈബിൾ പറഞ്ഞ നടക്കും. എൻ്റെ കൂടെ പറഞ്ഞ നടക്കും എന്ന് പറ. എന്നിലൂടെ നടക്കും. എന്നിലൂടെ അത്ഭുതങ്ങൾ നടക്കും. എന്നിലൂടെ അത്ഭുതങ്ങൾ നടക്കും. എന്നിലൂടെ കുടുംബത്തിന്റെ വിടുതൽ നടക്കും. എന്നിലൂടെ സമൃദ്ധി ഉണ്ടാകും. എന്നിലൂടെ അനേക മക്കൾ വിടുവിക്കപ്പെടും. എന്നിലൂടെ തകർന്ന ഭവനങ്ങൾ രക്ഷിക്കപ്പെടും. എന്നിലൂടെ അനേക രോഗികൾ സൗഖ്യമാകും. എന്നിലൂടെ അനേക ഭൂതങ്ങൾ വിട്ടുപോകും. യേശുവിന്റെ നാമത്തിൽ. കണ്ടോ, 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 ഇത് പറയണം. എല്ലാം സംഭവിക്കും. എന്തുകൊണ്ടാണ് ഇത് പറയണമെന്ന് പറയാൻ കാരണം? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, യേശു വന്നപ്പോൾ ഭൂതം പോയോ ഇല്ലയോ? നിങ്ങൾ പറ. യേശു വന്ന ഉടനെ ലഗ്യോം ബാധിച്ച ഭൂതം പോയോ? ഇല്ല. യേശുവായിട്ട് വർത്താനം പറഞ്ഞപ്പോൾ ഭൂതം പോയോ? പുള്ളി പറഞ്ഞു, കർത്താവ് എനിക്ക് സമയത്തിന് മുമ്പ് എന്നെ ദണ്ഡിപ്പി, ഭയങ്കര കഥയൊക്കെ പറഞ്ഞുണ്ട്. പക്ഷേ എന്നിട്ടും പുള്ളി പോണില്ല. അതിന്റെ കാരണം എന്തുവാ? പറയണം. ശ്രദ്ധിച്ച്. പിശാച് കഥ പറയാൻ ഭയങ്കര മിടുക്കനാ. അവൻ അവിടുന്ന് കഥ പറയുന്നു, തുള്ളിച്ചാടുന്നു, ഭയങ്കര വലിയ കാഴ്ച പറയുന്നു. കർത്താവേ, യേശുവേ, അത്യുന്ന ദൈവത്തിന്റെ പുത്ര, വലിയ കഥ പറയുക. പക്ഷെ പുള്ളി പോകുന്നില്ല. പുള്ളി കാര്യം പുള്ളി തല ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. എന്നാ യേശു പറയണം. കണ്ടോ, യേശു ഒന്ന് പറഞ്ഞേ. യേശു പറഞ്ഞു പോന്ന് പറഞ്ഞപ്പോൾ ഉടനെ എന്ത് പറഞ്ഞു? പുള്ളി റെഡിയാ. കണ്ടോ, ടീപ്പ് ടോപ്പായിട്ട് പുള്ളി അങ്ങ് പോയി. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പറയണം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ സിസ്റ്റമാണത്. മനസ്സിലായോ? ദൈവരാജ്യത്തിൻ്റെ സിസ്റ്റമാണ്. ആമേൻ. നമ്മൾ കടയിൽ പോയാൽ, കടയിൽ ചെന്ന് നിങ്ങൾ വായി നോക്കി അവിടെ നിൽക്കുവാന്ന് വിചാരിച്ചോ, കടയിലോട്ട് നോക്കിക്കൊണ്ട് ഒന്നും തരത്തില്ല. നമ്മൾ പറയണം, എനിക്ക് ഇന്ന സാധനങ്ങൾ വേണം. അല്ലേ? കടയിൽ പോയി നമ്മൾ ഇങ്ങനെ നിൽക്കുക. അവർക്ക് എന്തുവാ അവർ ചോദിക്കും, എന്നാ വേണ്ടത്? നമ്മൾ വാ തുറന്ന് പറയും, എനിക്ക് അരി വേണം, പച്ചക്കറി വേണം, പഞ്ചസാര വേണം. കണ്ടോ, പറയണം, എന്നാലേ കിട്ടത്തുള്ളൂ. ഇതൊരു സിസ്റ്റമാണ്. ഇതേപോലെ ദൈവരാജ്യത്തിൻ്റെ സിസ്റ്റമാണ്. പറയണം. മർക്കോസിന്റെ സുവിശേഷം പറയണം. എന്നിലൂടെ വിശ്വസിക്കുന്നവർ, അത് ശരിക്കും പറഞ്ഞ ഒരു സേഫ് സോണിൽ പറയുക. ഞാനല്ലേ ആള്, പിന്നെ തന്നെ എടുത്തു പറഞ്ഞു. വിശ്വസിക്കുന്നവരോൽ എടുത്തു പറഞ്ഞ കാര്യമൊന്നുമില്ല. ഞാനാണ് ആള്, ഞാനാണ് ആ പുത്രൻ, ഞാനാണ് ആ അധികാരി, ഞാനാണ് യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ച ആൾ. എന്നിലൂടെ അടയാളങ്ങൾ നടക്കും. എൻ്റെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കും. അടുത്തത് അന്യഭാഷ കിട്ടണേ എന്നല്ല, അന്യഭാഷ പറയും. കണ്ടോ, അടുത്തത് ഞാൻ സർപ്പങ്ങളെ പിടിച്ചെടുക്കും. കണ്ടോ, ഒറ്റ അധികാരത്തിന്റെ അകത്ത് ഫുൾ പാക്കേജ്. കണ്ടോ, ഒറ്റ അധികാരം, ഫുൾ പാക്കേജ്. പുത്രനാണോ, ഇതെല്ലാം ഉണ്ട്. ആമേൻ. ഇതിനെ ജ്വലിപ്പിക്കുക എന്നുള്ളത്
പ്രാർത്ഥിക്കും തോറും കൂടുതൽ ആക്സസ്സുകൾ ഉണ്ടാകും. കേട്ടോണം, കൂടുതൽ ആക്സസ്സുകൾ ഉണ്ടാകും. ആമേൻ. ഞാൻ ആക്സസ് ഒന്ന് പറഞ്ഞു തരാം. നമ്മൾ ഈ വളരുന്നതനുസരിച്ച് നമുക്ക് കുറച്ചും കൂടെ പ്ലാറ്റ്ഫോം വലുതായിട്ട് വരും അല്ലേ. നമ്മളിപ്പോൾ ഒരു അക്വേറിയത്തിലോട്ടൊരു കുഞ്ഞു മീനെ പിടിച്ചിട്ടു, എല്ലാ ദിവസവും തീറ്റ കൊടുത്തു, 3 മാസം കഴിഞ്ഞപ്പോഴേക്കും വലിയ വാലും ഭയങ്കരമായ ഒരു സ്രാവ് ഇങ്ങനെ നിൽക്കുക. നോക്കിക്കേ, 3-4 മാസം കഴിഞ്ഞപ്പോഴേക്കും ആ അക്വേറിയത്തിൻ്റെ വലിപ്പം കൂട്ടേണ്ടി വന്നു. കാര്യം എന്താണെന്നറിയാവോ? വളരാൻ തുടങ്ങിയപ്പോൾ വിശാലത ആവശ്യമാണ്. കൂടുതൽ വചനം പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ വിശാലതയുണ്ടാകും. മനസ്സിലായോ? വളർച്ചയുണ്ടാകും. സർപ്പങ്ങളെ പിടിച്ചെടുക്കും. പഞ്ചായത്തിലെ സർപ്പത്തെ മൊത്തം പിടിക്കാൻ കാരണമല്ല ഈ പറഞ്ഞേക്കുന്നത്, പിശാചിനെ പിടിച്ചെടുക്കും. അടുത്തത്, മരണകരമായി യാതൊന്ന് കുടിച്ചാലും, എൻ്റെ അടുത്ത് ആഭിചാരം ചെയ്ത് നിങ്ങളെ കൊണ്ട് കഴിപ്പിച്ചാലും കുടിപ്പിച്ചാലും ഏക്കത്തില്ല. പുത്രനാണ്. അയ്യോ ബ്രദറെ, ആരാണ്ട് ആഭിചാരം കലക്കി എനിക്ക് എന്ന് ബ്രദറെ, ഇപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നുന്നു. കേട്ടേ, പുത്രനാണോ? രക്ഷിക്കപ്പെട്ടോ? യേശുവിൻ്റെ മകനാണോ? പറയണം. യേശുവിൻ്റെ മകനായതുകൊണ്ട് മരണകരമായി യാതൊന്ന് കുടിച്ചാൽ എനിക്ക് ഹാനി വരത്തില്ല. അടുത്തത്, രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. ആമേൻ. ബ്രദറെ, ഞാൻ പ്രാർത്ഥിച്ചിട്ടും അത് മാറുന്നില്ല. കൈവച്ച് പറഞ്ഞ് എത്ര നേരം പറയണം? മാറുന്നത് വരെ ഞാൻ പറയും. കാര്യം ഞാൻ പുത്രനാണ്. പുത്രൻ പറഞ്ഞാൽ രോഗം മാറും. ആമേൻ. ഹല്ലേലൂയ. അടുത്ത വാക്യത്തിൽ പറയുന്നു, ഇങ്ങനെ യേശു അവരോട് കൂടെ അരുളി ചെയ്ത് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്നു. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരുടെ കൂടെ പ്രവർത്തിച്ചു. അവരാൽ നടന്ന അടയാളങ്ങൾ വചനത്തെ ഉറപ്പിച്ചു. അപ്പോൾ ഈ പറയുന്ന വചനത്തെ കർത്താവ് അത്ഭുതം കൊണ്ട് ഉറപ്പിക്കും. ഇനി കേട്ടെ, മർക്കോസിലോട്ട് നമുക്ക് തിരിച്ചു പോകാം. ഭൂതഗ്രസ്തൻ വീട്ടിൽ ചെന്ന് ആ ദക്കപ്പോലി നാട്ടിലൊക്കെയും ഘോഷിച്ചു. കണ്ടോ? സാക്ഷ്യങ്ങൾ വെളിപ്പെട്ടാൽ തന്നെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ പ്രത്യേകിച്ച് ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഓർക്കുമായിരുന്നു, പ്രത്യേകിച്ച് നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മളിനി ഇപ്പം നമ്മൾ കാണുന്ന ഈ സുവിശേഷത്തിൻ്റെ ട്യൂണൊക്കെ അങ്ങ് മാറും. ദൈവരാജ്യത്തിൻ്റെ ശക്തി കൊണ്ട് ലോകത്തെ തമ്പുരാൻ തൊടാൻ വേണ്ടി പോവുക. കൂട്ട സൗഖ്യം നടക്കും. നാട്ടിൽ ജന്മനാ നടക്കാൻ കഴിയാത്ത വ്യക്തിയൊക്കെ അവകാശം പറഞ്ഞ് പ്രാർത്ഥിച്ചു, യേശു നിങ്ങളെ ഉപയോഗിക്കും. ജന്മനാ കണ്ണ് കാണാത്ത നാട്ടിൽ ആൾക്കാരൊക്കെ ഉണ്ടോ? പേരെടുത്ത് വെച്ച് യേശു എന്നതിൽ അവകാശം പറഞ്ഞു. ആ വ്യക്തിയോട് പോയി എല്ലാ ദിവസവും പ്രാർത്ഥിച്ചോണേ. ആ വ്യക്തി കണ്ണ് തുറക്കും. ദേശത്ത് പിന്നെ പ്രത്യേകിച്ച് നോട്ടീസ് കൊടുക്കണ്ട. ആ വ്യക്തി ഇതുപോലെ നടന്ന് പറയും, യേശു എന്നെ തൊട്ടു. കണ്ടോ? യേശു എന്നെ തൊട്ട്. പിന്നെ എന്നാ വേണം? ഹല്ലേലൂയ. സുവിശേഷത്തിൻ്റെ വാതിൽ തുറക്കുന്നത് കണ്ടോ? കുടുംബത്തിൻ്റെ അകത്ത് അത്ഭുത മാറ്റം ഉണ്ടാകാൻ വേണ്ടിയാ. നാട്ടുകാർ പറയും, ഇന്നലെ വരെ കുടിയനായി നടന്ന നിൻ്റെ ഭർത്താവ്, ഭാര്യ, മക്കള്, ഇതെന്തോ ഇത്രയും മാറ്റം? യേശു തൊട്ടു. അയ്യോ, ഹല്ലേലൂയ. പറയാൻ പറ്റുമോ? എൻ്റെ ഭവനം ഇന്ന് എന്നെ കർത്താവ് കണ്ടത് എൻ്റെ ഭവനത്തെ വിടുവിക്കാൻ വേണ്ടിയാണ്. എന്നിലൂടെ വിടുതൽ കൊടുക്കാൻ വേണ്ടിയാണ്. നന്ദി യേശുവേ, നന്ദി പരിശുദ്ധാത്മാവേ, ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഈ വചനങ്ങളെ പറഞ്ഞാൽ തമ്പുരാൻ ഭൂതബാധിതരെ നിങ്ങളുടെ മുമ്പിലോട്ട് വിടും. പേടിക്കാൻ വേണ്ടിയല്ല, ഒഴിപ്പിക്കാൻ വേണ്ടിയാണ്. കണ്ടോ? ഭൂതങ്ങളെ കണ്ട് പേടിക്കരുത്, പുത്രനെങ്കിലോ നിങ്ങൾക്ക് അധികാരം. വളരെക്കും പേടിയോ ബ്രദറെ, ഭൂതം ഇളകുമ്പോൾ അങ്ങോട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം നോക്കുമ്പോഴേക്കും എവിടെയാണ്, കൊല്ലത്താണോ എവിടെയാണ് മീറ്റിംഗ് നടത്തപ്പോഴേക്കും ആ സഹോദരി എവിടെയോ ഒരു ഭൂതം ഇളകിയപ്പോഴേക്കും അവിടെ നിന്ന സഹോദരിമാരെല്ലാം പേടിച്ച് നിൽക്കുക. എന്തിനാ പേടിക്കുന്നത്? നിങ്ങൾ ഭൂതം ഒന്നും ചെയ്യത്തില്ല നിങ്ങളെ. നിങ്ങൾ പുത്രന്മാരാണ്, പുത്രിമാരാണ്. ഇവിടെ നിങ്ങൾ ആ വാക്ക് കണ്ടോ? മർക്കോസിൻ്റെ വാക്ക് കണ്ടോ? അവർ വചനം പറഞ്ഞുകൊണ്ടിരിക്കുക, എല്ലായിടത്തും പ്രസംഗിച്ചു. ഈ വാക്ക് കണ്ടോണേ, കർത്താവ് അവരുടെ കൂടെ പ്രവർത്തിച്ചു. കണ്ടോ? അവർ കണ്ടില്ല, കർത്താവ് കൂടെ ഉണ്ടായിരുന്നു. കർത്താവ് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പേടിക്കുമൊന്നും വേണ്ട. ഭൂതം ഇളകുമ്പോൾ കർത്താവ് കൂടെ പറഞ്ഞോട്ടെ. ഭൂതം ഇളകിയ കർത്താവ് കൂടെ ഉണ്ടെന്ന് പറ. ആമേൻ. നോക്കിക്കേ, ഭൂതം ഇളകിയാൽ കർത്താവ് കൂടെയുണ്ട്. പലരും പറയും, ബ്രദറെ ഈ ഭൂതം ഇളകുമ്പം ബ്രദറിന് പേടിയില്ലേന്ന് ചോദിക്കും. ബ്രദറിന് എന്നാ ജോലിയെന്ന് ചോദിക്കും. പലരും ചോദിക്കും. കാര്യം ഭൂതം ഇളകുമ്പോൾ ബ്രദർ അവിടെ ഇരുന്നുകൊണ്ട് ഒരു പേടിയില്ലാതെ. ഞാൻ പറയാം, എൻ്റെ സഹോദരൻ എന്തിനാ പേടിക്കുന്നത്?
ഈ ഭൂതത്തെക്കാൾ വലിയ ആൾ കൂടെ ഇല്ലേ? കണ്ടോ, ഭൂതം നമ്മളെ അല്ല കാണുന്നത്, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു. അപ്പം നമ്മൾ ഭയങ്കര സംഭവമാണോ? അല്ല, നമ്മളിൽ ഇരിക്കുന്നവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. കണ്ടോ, ഇതാ നമ്മുടെ ധൈര്യമൊക്കെ. അല്ല, നമ്മൾ ഓർക്കുന്നത് എന്തുവാ? ലൂസിഫർ വന്നാൽ പോലും നിങ്ങൾ പേടിക്കണം. ലൂസിഫർ നോക്കുന്ന അകത്തുണ്ടോ ആള്? യേശു ഉണ്ടോ എന്നാണ് നോക്കുന്നത്. യേശു ഉണ്ടെങ്കിൽ അവൻ വിറച്ചോളും. പറയണം, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എൻ്റെ ഉള്ളത്തിൽ ഇരിക്കുന്നു, എന്നിൽ ഇരിക്കുന്നവനോ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവൻ. കണ്ടോ, എൻ്റെ അകത്തിരിക്കുന്നവൻ ലോകത്തിലുള്ളവനേക്കാൾ. യേശുവേ, വലിയവനെയും വെച്ചോണ്ടാണ് നമ്മൾ നടക്കുന്നത് മുഴുവനും. അപ്പോൾ ഈ ദിവസങ്ങളിൽ പറഞ്ഞോണേ, എൻ്റെ ഭവനത്തിൽ ഈ വചനങ്ങൾ ഏറ്റു പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ഭവനത്തിൻ്റെ അകത്ത് അസാധാരണമായ കാര്യങ്ങൾ പറയണം. ആ ഒളിച്ചിരിക്കുന്ന ഭൂതമൊക്കെ ഇറങ്ങാൻ റെഡിയാണ്, പാക്ക് ചെയ്ത് നിൽക്കുക. പക്ഷേ നിങ്ങൾ പറയുന്നത്, നിങ്ങൾ അവനെ കാണുമ്പോൾ വിറക്കി പോവുക, കർത്താവേ, എൻ്റെ യേശുവേ, എൻ്റെ ബ്രദറെ നോക്കിക്കുക, ഭൂതം എല്ലാം വീട്ടിൽ കയറിയിരിക്കുക, അവർ പോണില്ല ബ്രദറെ, രാത്രി ആയാലും ഭൂതം കയറിയിരിക്കുക. എൻ്റെ പ്രിയരെ, ആ പോകാൻ റെഡിയായിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾ പറയാത്തത് കൊണ്ടാണ്. പറ, യേശുവിൻ്റെ നാമത്തിൽ ഇറങ്ങിപ്പോ പിശാചേ എന്ന് പറഞ്ഞോണം. പുത്രനോ, നിങ്ങൾക്ക് അധികാരമുണ്ട്, പറയണം. ആ കടഭാരത്തോട് നോക്കിയിട്ട് പറ, ഇറങ്ങാൻ പറ. നീ ആ രോഗത്തോട് പറ, ഇറങ്ങാൻ പറ യേശുവിൻ്റെ നാമത്തിൽ. ആ പ്രതിസന്ധിയോട് പറ, യേശുവിനതിൽ ഇറങ്ങു. നീ ഇറങ്ങാൻ പറയണം. ചിലത് അങ്ങനെ പോകത്തില്ല. മാന്യനല്ല പിശാച്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ യേശുവേ, കൃപ പെരുകട്ടെ. വലിയൊരു പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച ദൈവകൃപയാൽ നമ്മൾ കണ്ണൂരിൽ നിന്ന് ഹോള് നമ്മൾ ബുക്ക് ചെയ്തു. കണ്ണൂർ നമ്മൾ വൈകുന്നേരമാണത് ഹോള് ബുക്ക് ചെയ്തത്. അതുകൊണ്ട് കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് അനുയോജ്യമായി തന്നെ ഒരു ഹോൾ അവിടെ ലഭിച്ചു. കൃപയാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ ദൈവം അവിടെ ചെയ്തു. പ്രത്യേകിച്ച് സുധസിസ്റ്ററാണത് അന്വേഷിക്കുകയും പ്രത്യേകിച്ച് എറണാകുളത്ത് ഇരുന്നുകൊണ്ടാണ് അത് മുഴുവൻ ഓപ്പറേറ്റ് ചെയ്തത്. കൃപയാൽ നമുക്ക് ലഭിക്കുവാൻ ഇടയായി തീർന്നു. കർത്താവിൻ്റെ വലിയ കൃപ. നമുക്ക് പ്രാർത്ഥിക്കാം. അതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ ഞാൻ 2 ദിവസത്തിനുള്ളിൽ നമ്മുടെ നോട്ടീസും എല്ലാം വരും. ട്രിവാൻഡ്രത്ത് നമുക്ക് ഹോള് ബുക്ക് ചെയ്തു. 31-ാം തീയതി ട്രിവാൻഡ്രത്ത്, 31-ാം തീയതി കണ്ണൂർ, 6-ാം തീയതി നമുക്ക് ഇവിടെയുണ്ട്. കണ്ണൂർ 31 കണ്ണൂർ, 6-ാം തീയതി ട്രിവാൻഡ്രത്ത്. മാറിപ്പോയതാട്ടോ പറഞ്ഞത്. അപ്പോൾ ഇത് മറക്കരുത്, നോട്ട് ചെയ്യുക. അതിൻ്റെ നോട്ടീസൊക്കെ വരുന്നതായിരിക്കും. വലിയ രീതിയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തി നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്കെല്ലാം ശുശ്രൂഷിക്കേണ്ടതിന് കർത്താവ് എന്നെ അവിടെ അയക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് അവിടെ കാണാം, ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഭയങ്കരമായ രീതിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ഔട്ട് പോറിങ്ങിന് ദൈവം ദേശത്ത് ചെയ്യും. കൈവപ്പ് ശുശ്രൂഷകളുണ്ട്. അതുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളത് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് വരിക. 31-ാം തീയതി കണ്ണൂരും, ഏപ്രിൽ 6-ാം തീയതി തിരുവനന്തപുരത്ത് നടക്കുന്നു. ബാക്കി നമുക്ക് തൊടുപുഴയുണ്ട്. ബാക്കി ഡീറ്റെയിൽസുകൾ പ്രാർത്ഥനയോടെ പറയുന്നതായിരിക്കും. പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ വരിക. പരിശുദ്ധാത്മാവ് വലിയ പ്രൊഫറ്റിക്കൽ ഹീലിംഗ് അനോയിൻറ്റിങ്ങിന്, അതായത് കർത്താവിൻ്റെ അസാധാരണമായ പ്രവചന ശുശ്രൂഷയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവര ശുശ്രൂഷയും പരിശുദ്ധാത്മാവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തും രോഗികളായി ഭാരപ്പെടുന്നവരെ കൂട്ടിക്കൊണ്ട് വരണം. വണ്ടിക്കൂലി കൊടുത്ത് കൊണ്ടുവരണം, ഓട്ടോകാശ് കൊടുത്ത് കൊണ്ടുപോകാം, ടാക്സി വിളിച്ച് കൊണ്ടുപോകാം. യേശുവിൻ്റെ നാമത്തിൽ, കർത്താവിൻ്റെ നാമത്തിൽ കൂട്ടിക്കൊണ്ട് വരിക. പറയണം, യേശു അത്ഭുതം ചെയ്യും, യേശു അത്ഭുതം ചെയ്യും, കർത്താവ് വീര്യപ്രവൃത്തി ചെയ്യും. തിരിച്ച് നമുക്ക് നടന്നു പോകാമെന്ന് പറയണം. ഇങ്ങോട്ട് ഓട്ടോയ്ക്കല്ല, നമുക്ക് നടന്ന് സാക്ഷ്യം പറഞ്ഞങ്ങ് പോകാമെന്ന് പറയണം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ കൂടെ ഇന്ന് ഒന്ന് ആ അധികാരത്തോടെ ഒന്ന് കുടഞ്ഞെണീറ്റേ. അയ്യോ ബ്രദറെ, എനിക്ക് ആ കഴിവുണ്ടോ? എനിക്കുള്ള കൃപയുണ്ടോ? ഇനി അതൊക്കെ കേട്ടൊക്കെ പുത്രനാണോ? പിതാവിൻ്റെ പേര് ചോദിച്ചപ്പോൾ ചാടി പറഞ്ഞവർ ഇത്രയേ ഉള്ളൂ വിശ്വാസ ജീവിതം. ധൈര്യത്തോടെ പറയണം. പറയുന്നതിൻ്റെ അകത്തൊരു പ്രവൃത്തിയുണ്ട്, പറയുന്നതിൻ്റെ അകത്ത് ഒരു ശക്തിയുണ്ട്. കാര്യം പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നവർ, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിലും നിങ്ങൾ ദൈവത്തിൻ്റെ പുത്രനാണ്. പരിശുദ്ധാത്മാവ് ദൈവത്തിൽ നിന്ന് കേട്ടതിനെ നമ്മളോട് പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം. നമ്മളത് ഏറ്റു പറയണം. ആത്മാവിനെ അനുസരിക്കുന്നുവെങ്കിലോ. ആമേൻ. പരിശുദ്ധാത്മാവിനെ അനുസരിക്കുക. നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഇന്ന് കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, അല്പനേരം ഒന്നും പ്രാർത്ഥിച്ച് യേശുവേ, ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഈ സമയത്ത് വേദനയുള്ളവർ ഇന്ന് അത്ഭുതവ, രോഗം ഇന്ന് അത്ഭുതവ. ഇന്ന് ആ വേദന ശരീരത്തിൽ നിന്ന് വേരോടെ പിഴുതുമാറും. അത് വേരോടെ മാറാൻ വേണ്ടി പോവാം. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, ലോർഡ് ജീസസ്, ഇപ്പോൾ തന്നെ
നന്ദി കർത്താവേ, നന്ദി. ദുഃഖഭവനങ്ങൾ, കയ്പ് നിറഞ്ഞ മാറയുടെ അനുഭവമുള്ള ഭവനങ്ങൾ ഇന്ന് മധുരമുള്ളതായി മാറാൻ വേണ്ടി പോവാ. യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാനിന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ നന്ദി, യേശുവേ നന്ദി. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ കുഞ്ഞച്ചൻ എന്ന് പറയുന്ന ഒരു പിതാവിൻ്റെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. കുഞ്ഞച്ചൻ എന്ന് പറയുന്ന ഒരു പിതാവിൻ്റെ ഭവനം. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു കാലഘട്ടത്തെ പുറകോട്ട് എന്നെ കാണിക്കുക. ഒരു 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 വീടിൻ്റെ പൊസിഷൻ, എനിക്കറിയാവുന്ന ഒരു വീടുണ്ട്, അതുമായിട്ട് സാമ്യമുള്ള ഒരു കാഴ്ചയാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ആ വീട് ഞാൻ വ്യാഖ്യാനിക്കാം. അതുമായിട്ട് ബന്ധമുള്ള ഒരു ഭവനമാണ് ഇതേപോലെ. പക്ഷേ ഇതൊരു പഴക്കം ചെന്ന്, അതായത് ഇന്ന് ആ വീടിൻ്റെ പൊസിഷൻ അങ്ങനെയല്ല, വ്യത്യാസം വന്നു. ഞാനിത് കാണുന്ന കാലഘട്ടത്തിൻ്റെ അകത്ത് ഈ ഒരു മെയിൻ റോഡിൽ നിന്ന് അകത്തോട്ട് ചെറിയൊരു ഇടവഴി കയറി വരുമ്പോൾ തന്നെ ഫ്രണ്ടിൽ കാണുന്നൊരു വീട്, അതിൻ്റെ സൈഡ് വഴി കയറിയിട്ട് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് നേരെ ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ഒരു വീടാണ് ഞാൻ കാണുന്നത്. അത് എനിക്കറിയാവുന്ന ഒരു വീട് വെച്ചാണ് ഇപ്പം അതേ അടയാളം തന്നെയാണ് ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഇന്ന് ആ കുടുംബം ഏതാണോ ഇപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ അടയാളമുള്ള ഭവനം, ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ സമാധാന അന്തരീക്ഷം വെളിപ്പെടാൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ്, എൻ്റെ യേശുവേ, ഈ പഴക്കം ചെന്ന പറയാൻ വേണ്ടിയാണോ? അതെ, പ്രൈസ് ലോർഡ് പാസ്റ്റർ. കുഞ്ഞച്ചൻ എൻ്റെ മോൻ്റെ ഭാര്യൻ്റെ അച്ഛനാണ് കുഞ്ഞച്ചൻ. പഴക്കം ചെന്ന വീട്, പാസ്റ്റർ പഴക്കം പറഞ്ഞ വല്ല അടയാളമുണ്ട്. പഴക്കം ചെന്ന വീടായിരുന്നു. ഇപ്പം പുതിയ വീടെടുത്ത് മെയിൻ റോഡ് വന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് അവിടെ തന്നെ പഴയ വീട്. ഇപ്പം പുതിയ വീട് വെച്ച്. എൻ്റെ സിസ്റ്ററെ, ഞാൻ ഈ വീട്ടിൽ വല്ലതും വന്നിട്ടുണ്ടോ? ഇല്ല പാസ്റ്റർ, അത് ഇവിടെയല്ല പാസ്റ്റർ, ഞങ്ങൾ തലശ്ശേരി. ഇത് ഇവിടെയാണ് കട്ടപ്പന. ഇതൊക്കെ തലശ്ശേരി കിടക്കുക വീടല്ലേ? കണ്ടോ? അതെ. അപ്പൊ കർത്താവ് എന്നെ നിമിഷം ആ സ്ഥലത്തും വീട്ടിൽ കൊണ്ടുപോകുന്നു. അതാ ഞാൻ ചോദിച്ചത്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് കർത്താവിന്റെ പ്രവൃത്തി കുഞ്ഞച്ചന്റെ ഭവനത്തിന്റെ മേൽ വെളിപ്പെടാൻ വേണ്ടി പോവാ. ഇത്രയും ആ ഭവനത്തിൽ ആ കാലഘട്ടത്തിൻ്റെ അകത്ത് ബ്ലോക്കാക്കി വെച്ചിരുന്ന ഒരു നന്മ അന്ന് മുതൽ ഇന്ന് വരെ അവിടുന്ന് തലമുറകളെ മുഴുവനും ബാധിച്ചത്, അവിടെ തുടങ്ങിയ വിഷയം ഇന്നിവിടെ കട്ടാവുക. ഓ യേശുവേ, യേശുവിൻ്റെ നാമത്തിൽ ആ ഭവനത്തിൻ്റെ മേൽ ഇപ്പോൾ തന്നെ, സിസ്റ്റർ മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റാവോ, ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യണം. ഇന്ന് ഈ കുടുംബത്തിന് വേണ്ടി തന്നെയുള്ള ആലോചനയാണത്. ആ സഹോദരി മാത്രം ഇപ്പം മ്യൂട്ട് മാറ്റിയ ആ സഹോദരി മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്കേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ സഹോദരി ഇപ്പം ആലോചന ഇപ്പം മ്യൂട്ട് പറഞ്ഞ ആ കുഞ്ഞച്ചെന്ന് പറഞ്ഞ ആ കുടുംബത്തിലെ ആ സഹോദരി മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റണേ. ഞാൻ എല്ലാവരെയും ഇപ്പോൾ ഓൾ മ്യൂട്ട് ചെയ്ത്, ഇനി മാറ്റാൻ പറ്റുമോ നോക്കിയേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ സഹോദരി മാത്രം മ്യൂട്ട് മാറ്റിക്കേ. ഇന്ന് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റെടുത്തോണേ. ഇന്ന് ആ കുഞ്ഞച്ചൻ്റെ ഭവനത്തിൻ്റെ മേൽ ഇന്ന് വിടുതൽ കൊടുക്കുവാൻ കർത്താവ് വലിയൊരു അഭിഷേകത്തെ പകരാൻ വേണ്ടി പോവാ. ആമേൻ പറഞ്ഞ് അതിലൊന്ന് പിടിച്ച് യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഞങ്ങൾ ഇപ്പോൾ തന്നെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ അടയാളങ്ങൾ ദൈവം വിശ്വസ്തൻ. ഇന്ന് ഭവനത്തിൻ്റെ മേൽ ഇപ്പോൾ തന്നെ സകല കെട്ടുകളെയും പൊട്ടിക്കുന്ന. അപ്പം ആ കാലഘട്ടം എത്ര കാലം മുമ്പായിരുന്നു ഇങ്ങനെ ഇരുന്ന വീട്? അവിടെ കല്യാണത്തിന് മുമ്പേ ഉള്ള വീടാണ്. നാളെടുത്ത് കാണും. ഒരു പഴക്കം പറയാവോ? പഴക്കം എനിക്ക് അറിയില്ല പക്ഷേ എത്ര ഏകദേശം കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 10 വർഷം ആയി. പുതിയ വീട്ടിലാണ് താമസിക്കുന്നത്. പുതിയ വീട്ടിൽ. ആ വീട് ഇപ്പം മാറ്റി ആ വീട്ടില് മകനും ഭാര്യയും ഇപ്പൊ താമസിക്കുന്നത്. ഓ ജീസസ്. അച്ഛനും അമ്മയും പുതിയ വീട്ടിലേക്ക് മാറി. അവര് പുതിയ വീട്ടിലോട്ട് മാറി. 10 വർഷം കഴിഞ്ഞു അല്ലേ? അതെ. ഇന്ന് കാലപ്പഴക്കം ചെന്നതിനെ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ദുഷ്ടപിശാച് നീ മറഞ്ഞിരുന്ന് വെച്ചതിനെ ഇപ്പോൾ ആത്മാവ് വെളിപ്പെടുത്തുന്നു. യേശുവിൻ്റെ നാമത്തിൽ അതിനെ ബ്രേക്ക് ചെയ്യുന്നു. ആമേൻ പറഞ്ഞതിനെ പിടിച്ചോ. യേശുവിൻ്റെ നാമത്തെ കർത്താവ് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ മുന്നേറുവാൻ, നന്മ കാണുവാൻ, തലമുറകളുടെ നന്മ കാണുവാൻ, കുടുംബത്തിൻ്റെ മേൽ അനുഗ്രഹത്തെ കാണുവാനുള്ള യേശുവിൻ്റെ നാമത്തിൽ അവസരങ്ങളെ തുറന്നു പ്രാർത്ഥിക്കുന്നു.
നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെടും എന്നുള്ള അധികാരത്തിൻ്റെ അകത്തുനിന്നുകൊണ്ട് കൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കുടുംബം ഫ്രീ ആകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. എല്ലാവരും പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ, ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, ലോർഡ് ജീസസ്, ഹല്ലേലൂയ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഇപ്പോൾ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അൽഫോൻസ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കും. ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളത്തെ കർത്താവ് 1967 എന്നൊരു വർഷവും കൂടെ ആ കൂട്ടത്തിൽ കാണിക്കുക. ഈ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കുടുംബത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഈ കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ശരീരത്തിൻ്റെ മേൽ ഈ രോഗങ്ങളെ കൊണ്ടുവന്നിട്ട് കുടുംബത്തിൻ്റെ അകത്ത് ഓരോ വ്യക്തികളുടെ മേൽ മാറ്റി മാറ്റി അവരെ ദണ്ണിപ്പിക്കുന്ന ഒരു അനുഭവത്തിൻ്റെ അകത്തുനിന്നും ആ കുടുംബം ഇന്ന് വിടിവിക്കപ്പെടാൻ വേണ്ടി പോവുക. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട കുടുംബം ഏതാണോ, ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട കുടുംബം ഏതാണോ, ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിലെ കുടുംബമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ആമേൻ പറഞ്ഞ് ആ കർത്താവിൻ്റെ പ്രവൃത്തിയെ സ്വീകരിച്ചോണേ. ഇപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, എൻ്റെ യേശുവേ, ഞങ്ങളിപ്പോൾ തന്നെ ഇന്ന് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ അത്ഭുതം ഇന്ന് ആ കുടുംബത്തിന് മേൽ തുറക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, സകല ഭൂതഗ്രസ്തരിൽ നിന്നും ഞങ്ങൾക്ക് വിടുതലുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ. ലോർഡ് ജീസസ്, ഓ ഷാഥേരിയാംതിരി, അത്ഭുതകരമായ പ്രവൃത്തിയെ റിലീസ് ചെയ്യുന്നപ്പ. ഇന്ന് സൂമിലായിക്കോട്ടെ, ലൈവിലിരുന്നായിക്കോട്ടെ, എവിടെ ഇരുന്നുകൊണ്ടാണോ ഇന്ന് കുടുംബം കേൾക്കുന്നത്, മ്യൂട്ട് മാറ്റാൻ പറ്റുന്നൊരു സാഹചര്യമാണെങ്കിൽ മ്യൂട്ട് മാറ്റി അതിനെ പിടിച്ചു യേശുവിൻ്റെ, അല്ലെങ്കിൽ അതിനെ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിൻ്റെ അകത്തുനിന്നുകൊണ്ട് സ്വീകരിച്ചു. ആ കുടുംബത്തിൻ്റെ മേൽ കർത്താവിൻ്റെ പ്രവൃത്തിയെ ദൈവം അയക്കുന്നു. ഓ ലോർഡ് ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ ഞങ്ങൾ നന്ദി പറയുന്നപ്പ, യേശുവേ ഞങ്ങൾ നന്ദി പറയുന്നപ്പ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, ലോർഡ് ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ പറഞ്ഞതിനെ പിടിച്ചോണേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ബാക്കി എല്ലാവരും അനാവശ്യമായി സംസാരിക്കുന്നവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്ത്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ നന്ദി, യേശുവേ നന്ദി. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹാലേലൂയ. ഞാൻ അതോടൊപ്പം തന്നെ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നു, ഒരു ഭവനത്തിൻ്റെ മേൽ, ഒരു സുലോചനയുമായി ബന്ധപ്പെട്ടൊരു ഭവനത്തിൻ്റെ മേൽ കർത്താവ് ഒരു പ്രവൃത്തിയെ ചെയ്യുവാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. ഞാൻ ആ സുലോചനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം അവിടുത്തെ ഒരു കലണ്ടറിൽ ഡിസംബർ മാസം എന്നെ എടുത്തിങ്ങനെ കാണിക്കും. ഡിസംബറുമായിട്ടൊരു കണക്ഷൻ ഈ സുലോചനയുടെ ഭവനത്തിൻ്റെ അകത്തൊരു ബന്ധമുണ്ട്. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുത കരം ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ വെളിപ്പെടുക. ഓ ലോർഡ് ജീസസ്, ദുഃഖങ്ങൾ സന്തോഷമാകാൻ വേണ്ടി പോവാം. യേശുവേ, ഞങ്ങളിപ്പോൾ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ആ സുലോചനയുടെ ഭവനത്തിൻ്റെ മേൽ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നു. ലൈവിൽ യൂട്യൂബിൽ കാണുന്നവർ, നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രയറിൻ്റെ ലിങ്ക് ഉണ്ട്, അതിലൂടെ ഈ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് പ്രവേശിക്കാം. ആലോചനകളുമായി ബന്ധപ്പെടുന്നവർ അതിലോട്ട് കയറി വരിക. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഇന്ന് ആ സുലോചനയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. ആ കുടുംബത്തിൻ്റെ മേൽ നന്മയെ തുറക്കുന്നപ്പ, നന്മയെ തുറക്കുന്നു. ദുഃഖങ്ങൾ സന്തോഷമായി തീരട്ടെ. എൻ്റെ യേശുവേ, എൻ്റെ കർത്താവേ, ഞങ്ങളിപ്പോൾ ഇന്ന് റിലീസ് ചെയ്യുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പറഞ്ഞു. ആ, സുലോചന എന്ന് പറയുന്നത് എന്റെ അമ്മേന്റെ അനിയത്തിയാണ്. പക്ഷെ എനിക്ക് അറിയത്തില്ല വയനാടാണ്. കേൾക്കുന്നില്ല സിസ്റ്ററെ. ഈ ബാക്കി എല്ലാവരും ഒരേപോലെ പറയാതെ ആരാ പറയാമെന്ന് അവിടെ. സുലോചന എന്ന് പറയുന്നത് ആ കൂട്ടുകാരത്തി മരിച്ചുപോയി. സുലോചനയുമായി ബന്ധപ്പെട്ട ഡിസംബർ മാസവുമായിട്ട് ബന്ധമുള്ള കുടുംബം ഏതാണോ ആ കുടുംബത്തിന് വേണ്ടിയാണ് ആലോചന. ആ പറയാൻ നിൽക്കുന്നവരാണെങ്കിൽ വ്യക്തമായി പറയുക കേട്ടോ. ആ കുടുംബത്തിന് വേണ്ടിയാണ് ആലോചന.
യേശുവിൻ്റെ നാമത്തിൽ. ഇനി സുലോചന അറിയാം, ഡേറ്റ് അറിയത്തില്ല, ചോദിക്കുക. അവിടെ മക്കള് രണ്ടുപേര് മരിച്ചു. ഞാൻ ആ പാസ്വേഡ് ദിവസം പറഞ്ഞായിരുന്നു, മോന് സുഖമില്ല, മൂത്ത മോന് ക്യാൻസർ ആയിട്ടൊന്ന് എന്നൊക്കെ ഞാൻ പറഞ്ഞത്. ഇളയ മോൻ മരിച്ചു 4 വർഷം കഴിഞ്ഞപ്പോ മൂത്ത മോനും ക്യാൻസർ ആയിട്ട് മരിച്ചു. ഇനിയിപ്പോ ഒരു മോള് മാത്രമേ ഉള്ളൂ, 2 മക്കളും മരിച്ചു പോയി. ഈ സുലോചനയുടെ ഭവനത്തെ പറ്റിയാണോ പറയുന്നത്? അതെ അതെ അതെ. ഈ ഡിസംബർ മാസമായിട്ട് എന്നാ ബന്ധം അറിയോ അവർക്ക്? എനിക്കറിയത്തില്ല. ചോദിച്ചിട്ട് ഡിസംബർ മാസത്തിൽ ആരാണ് ജനിച്ചത്, എന്താണ് അവരുമായിട്ട് ബന്ധമെങ്കിൽ ആ കുടുംബത്തോട് പറയണം. ആ കുടുംബത്തിൻ്റെ മേൽ തുടരെ ഉണ്ടാകുന്ന ദുഃഖങ്ങൾ ഇന്ന് മുറിക്കാൻ പോവുക യേശുവിൻ്റെ നാമത്തിൽ, കേട്ടോ. ഇനി അവർ പറയുവാണ് ഡിസംബർ മാസമായിട്ട് എന്താ വേണ്ട, അപ്പം തന്നെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചോണം. ഒറ്റ വാക്ക് പറയട്ടെ, യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ദുഃഖങ്ങളെയും ഞാൻ മുറിച്ചു മാറ്റുമെന്ന് പറഞ്ഞോണം. കർത്താവിന് ഇനി മരണം അവിടെ വ്യാപരിക്കത്തില്ല. ആ ശക്തിയെ പിടിച്ചു കെട്ടിക്കണം, കേട്ടോ, യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്, കോസ്റ്റ് ചെയ്യുന്നവരെ, അനാവശ്യമായിട്ട് മൈക്ക് മ്യൂട്ട് മാറ്റുന്നവരൊക്കെ ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവേ നന്ദി. കർത്താവെ, ഞങ്ങളിപ്പോൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോ വ്യക്തികളെ ഞങ്ങൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നു. കർത്താവെ, ഞാൻ എപ്പോഴും പറഞ്ഞില്ല, ഇത് ആലോചനയുടെ സമയമാണ്. വളരെ വളരെ പ്രധാനപ്പെട്ട സമയമാണ്. നിങ്ങൾ പാഴാക്കരുതേ. കർത്താവ് നിങ്ങളോട് ഭവനങ്ങൾ, ഇപ്പോൾ സഹോദരി പറഞ്ഞില്ലേ, അവരുടെ വീട് 10-12 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നൊരു ഷേപ്പ്, ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവർ എവിടെയാണ്, കണ്ണൂർ ഏതോ ഒരു സ്ഥലത്ത് തലശ്ശേരിയിലിരിക്കുന്ന ആളാണ്. ദൈവാത്മാവിന് ഇന്ന് നിങ്ങളുടെ ഭവനത്തിൻ്റെ അകത്തിരിക്കുന്ന അന്തരീക്ഷത്തെ, എവിടെയാണോ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നത്, എവിടെയാണോ നമുക്ക് മുന്നേറാൻ കഴിയാതൊരു ബ്ലോക്ക് ഉണ്ടായി നിൽക്കുന്നത്, അതിനെ പരിശുദ്ധാത്മാവ് തൻ്റെ പ്രവാചക അഭിഷേകത്തിലൂടെ, പ്രവചനാത്മാവിലൂടെ വെളിപ്പെടുത്തുന്ന സമയമാണ്. തടസ്സങ്ങളെ ദൈവാത്മാവ് ബ്രേക്ക്. അപ്പോൾ നിങ്ങൾ സീരിയസ് ആയിട്ടിരുന്നേ. ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവേ, ഇന്ന് ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രവചന ശുശ്രൂഷ വളരെ വിലപ്പെട്ടതാണ് പ്രിയരെ. അതുകൊണ്ടാണ് പ്രവചന ശുശ്രൂഷയെപ്പറ്റി ബൈബിൾ പറയുന്നത്, പ്രവചനത്തെ തുച്ഛീകരിക്കരുത്, വളരെ ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ലൈഫിനെ ടേൺ ചെയ്യുവാൻ കഴിയുന്നൊരു ശുശ്രൂഷയാണ് പ്രൊഫറ്റിക്കൽ ശുശ്രൂഷ. ദൈവത്തിൻ്റെ എപ്പോഴും അതിന് ഹന്ന ദൈവത്തിന് നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഏലി പുരോഹിതന് ഒറ്റ പ്രൊഫസി പറയുക, നിൻ്റെ ആഗ്രഹത്തെ യഹോവ നടത്തി തരും. ഉദരം തുറക്കുകയാണ്. നമുക്കറിയാം, അങ്ങനെ പ്രവാചക അഭിഷേകത്തിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. ആ സറാഫാത്തിലെ വിധവയുടെ കുടുംബം തുറന്നു, നന്മ തുറന്നു, നമുക്കെല്ലാം കാണാൻ പറ്റുമല്ലേ. അതുപോലെ പ്രൊഫറ്റിക്കൽ ശുശ്രൂഷ വളരെ ശ്രദ്ധിക്കണം. ഡെലിവറൻസുകളുടെ സമയമാണ്. ഞാൻ എപ്പോഴും നിങ്ങളെ ഓർപ്പിക്കുന്നതിൻ്റെ കാരണം, ഇവിടെ ബ്രദറിൻ്റെ കഴിവല്ല വെളിപ്പെടുത്തുന്നത്, പകരം കർത്താവിനെ നമ്മൾ അനുവദിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ. യേശുവേ, പരിശുദ്ധാത്മാവിനെ അനുവദിക്കുകയാണ് ആ ശുശ്രൂഷ ചെയ്യുവാൻ. നമ്മളെ തന്നെ എൽബോണ്ടാണ് ഡിസ്റ്റർബൻസുകളൊക്കെ കോഹോസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് ആക്റ്റീവായി യേശുവിൻ്റെ നാമത്തിൽ. പറയാൻ വരുന്നവരൊക്കെ അവരെ മാത്രം നിങ്ങൾ, നമുക്കറിയാം വളരെ ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ ഇടയിൽ പറയാൻ വരുന്നവർ ആരാണ്, അല്ലാത്തവരാണെന്ന് അറിയുന്നത്. പക്ഷേ എങ്കിലും അവർ വിളിച്ചിരുന്ന ശുശ്രൂഷയാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ജീസസ് ക്രൈസ്റ്റ്. യേശുവേ നന്ദി പറയുന്നപ്പ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഓ ലോർഡ് ജീസസ്, ലോർഡ് ജീസസ്. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്ന പോൾ എന്ന് പറയുന്ന ഒരു പിതാവിൻ്റെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. പോൾ എന്നാണ് കാണിക്കുന്നത്. ഈ പിതാവിൻ്റെ ഭവനത്തിൽ പിതാവിൻ്റെ മോള്, പോളിൻ്റെ മോള്, ആ മോൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുക. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി എൻ്റെ ഉള്ളത്തിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ജീസസ് ജനുവരി എന്നുള്ളൊരു മാസം ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അപ്പോൾ എന്ന് പറയുന്ന വ്യക്തിയുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ വ്യക്തിയുടെ മേൽ കർത്താവിൻ്റെ അത്ഭുതത്തെ ദൈവം ചെയ്യാൻ വേണ്ടി പോവുക. ഓ ജീസസ്, ഈ ജനുവരി എന്നുള്ള മാസം എന്നെ എടുത്തു കാണിച്ചുകൊണ്ടിരിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പറയാൻ വേണ്ടി പോളിന്റെ മോളാണ് ഞാൻ. ഇപ്പൊ ജനുവരിയിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഇപ്പോ മാറി താമസിച്ചത്. ജനുവരിയിലാണ് പോളെന്നുള്ളത്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയൊരു വഴിത്തിരിവ് ഉണ്ടാകാൻ വേണ്ടി പോവാം. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പാ.
ഈ ദിവസങ്ങളിൽ കർത്താവെ അങ്ങയുടെ പ്രവൃത്തി കുടുംബത്തിൻ്റെ മേൽ വെളിപ്പെടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാനിത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ഒരു ജോസുകുട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് നിങ്ങളുടെ ഭവനത്തിലേക്ക് അയക്കുന്ന ഒരു കാഴ്ച എന്നെ കാണിക്കുക. ജോസുകുട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇൻ ദ നെയിം ഓഫ് ജീസസ്, അങ്ങനെ ഒരു വ്യക്തിയെ കർത്താവ് നിങ്ങളുടെ ഭവനത്തിലേക്ക് ഒരു വാർത്ത പറയാൻ വേണ്ടി ദൈവം അയക്കാൻ വേണ്ടി പോവാ. ആ പേരൊന്ന് കുറിച്ച് വെക്കണേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ജോസുകുട്ടി നിങ്ങളുടെ ഭവനത്തിലേക്ക് ദൈവത്താൽ അയക്കപ്പെടുന്ന ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ കർത്താവെ ഒരു അനുഗ്രഹ സാക്ഷ്യമായി തീരട്ടെ, അനുഗ്രഹ സാക്ഷ്യമായി തീരട്ടെ. ഞാനിന്ന് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നന്ദി കർത്താവേ, നന്ദി പരിശുദ്ധാത്മാവേ. ഏറ്റെടുത്തോട്ടോ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് യേശുവേ ഞങ്ങളിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യണേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ കർത്താവിൻ്റെ അത്ഭുത കരം എന്ന് വെളിപ്പെടുക, അത്ഭുത കരം എന്ന് വെളിപ്പെടുക, അത്ഭുത രോഗസൗഖ്യം വെളിപ്പെടുക, ഇൻസ്റ്റൻറ്റ് ക്രിയേറ്റീവ് മിറക്കിൾസ് വെളിപ്പെടുക, ശരീരത്തിൻ്റെ മേൽ പുതിയ അവയവങ്ങൾ സൃഷ്ടിക്കപ്പെടുക. ഒരു ചന്ദ്രിക എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവ് എന്നോട് ഉള്ളത്തിൽ പറയുക. ഈ ചന്ദ്രികയുമായിട്ട് ബന്ധപ്പെട്ട് മാർച്ച് എന്ന് പറയുന്നൊരു മാസം എടുത്തു കാണിക്കുക. മാർച്ച് മാസവുമായിട്ട് കണക്ഷനുള്ള ചന്ദ്രികയുടെ ഭവനം, ചന്ദ്രികയുമായിട്ട് ബന്ധമുള്ള ഭവനം ഏതാണോ ഇപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുക. ഇപ്പോൾ തന്നെ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട കുടുംബം ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നന്മയ്ക്കായിട്ട് കർത്താവ് ഒരുക്കാൻ വേണ്ടി പോവാം. നാളുകളായി നിന്നിരുന്ന തടസ്സം പറഞ്ഞു. ഞാനാണ് ബ്രദറെ. ഞാൻ മാർച്ച് 27 നമ്മുടെ കല്യാണം കഴിഞ്ഞ് സിസ്റ്ററുടെ പേരാണ് ചന്ദ്രിക. അതെ, എന്റെ ചന്ദ്രിക. ഭർത്താവിന്റെ അരുൺ ശങ്കർ. ഇപ്പൊ ഇട്ടേക്കുന്നത് അരുൺകുമാർ എന്നുള്ള പേര് ഇവിടെ കാണുന്ന സ്ക്രീനിൽ. അതന്നെ. അതാരാ, ഹസ്ബൻഡ് ആണോ? ഹസ്ബൻഡ്. സിസ്റ്ററുടെ പേര് ചന്ദ്രിക എന്നാ? ചന്ദ്രിക. ഓ, മാർച്ച് മാസത്തിൽ എന്നാ കണക്ഷൻ? 27 കല്യാണം കഴിഞ്ഞ ദിവസം, കല്യാണ ദിവസം അല്ലേ? ഇന്ന് കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ ഒരു ഇടപെടിയിൽ ഉണ്ടാകാൻ വേണ്ടി പോകട്ടോ. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു നിങ്ങളെ അവിടെ നിന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകും. നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്തു നിന്നും മേൽത്തരമായ ഒന്നിലേക്ക് ദൈവം നിങ്ങളെ പറിച്ചു നടും. ജീസസ്. ഫലം കായ്ക്കുന്ന ഒന്നിലേക്ക് തമ്പുരാൻ നിങ്ങളെ പറിച്ചു നടാൻ വേണ്ടി പോവാം. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എന്നുള്ളത് കർത്താവ് പറയുന്നു നീണ്ട നാളുകളായിട്ടൊരു മാറ്റത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുക. പക്ഷെ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ മുകളിൽ തന്നെ എല്ലാ കാര്യങ്ങളും അടഞ്ഞൊരവസ്ഥയാണ്. എന്നാൽ കർത്താവ് പറയുന്നു പെട്ടെന്ന് ചില മാറ്റങ്ങൾ സംഭവിക്കാൻ വേണ്ടി ചെയ്യുക. ഓഗസ്റ്റ് എന്നുള്ളൊരു മാസം ഭയങ്കര പ്രത്യേകതയുള്ളൊരു മാസമാണ്. ഓഗസ്റ്റ് കുറിച്ച് വെച്ചോണേ. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി തമ്പുരാൻ വേർതിരിക്കാൻ വേണ്ടി ഇപ്പോൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോണം. ഓഗസ്റ്റ് വലിയൊരു വഴിത്തിരിവാകാൻ വേണ്ടി പോവാം. ആ ആലോചന സ്വീകരിച്ച് ഈ ദിവസങ്ങളിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. നാളുകളായിട്ട് അടഞ്ഞു പോയത് മട പൊട്ടി ഒഴുകുന്നത് പോലെ ദൈവത്തിൻ്റെ വഴികൾ തുറക്കാൻ വേണ്ടി പോവാം. ഞാനത് റിലീസ് ചെയ്യുന്നു. ആമേൻ പറഞ്ഞതിനെ പിടിച്ചോ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. നന്ദി. ശരിയാണ് ബ്രദറെ. ഇതെല്ലാം ശരിയാണ്. അത് ഏറ്റെടുത്തോ കേട്ടോ. കർത്താവിൻ്റെ സാക്ഷ്യം വെളിപ്പെടാൻ വേണ്ടി പോവാ. നന്ദി യേശുവേ. കർത്താവ് പേര് ചൊല്ലി വിളിക്കുന്ന സഹോദരി ഇട്ടിരിക്കുന്നത് ഭർത്താവിൻ്റെ പേരാണ്. പക്ഷേ സഹോദരൻ്റെ പേര് ചന്ദ്രിക എന്നാണ്. പക്ഷെ കർത്താവിനെല്ലാം അറിയാം. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഏത് പേര് വേണേലും ഇട്ടു, എന്ത് വേണേലും ഇട്ടു. നമ്പറുകളും മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഏത് പേര് ഇട്ടു. സ്വന്തം പേരിട്ടില്ലേലും കുഴപ്പമില്ല. പക്ഷേ കർത്താവ് നിങ്ങളെ പേര് ചൊല്ലി വിളിക്കും. അതാണ് പ്രവചനാത്മാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് ദൈവത്തിനൊന്നും മറവല്ല. ബ്രദറിന് ചിലപ്പം നമുക്ക് കാണാൻ ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ ദൈവാത്മാവിനൊന്നും മറവല്ല. നന്ദി യേശു. ഇഷ്ടം ഏറ്റെടുത്തോണം കേട്ടോ. യേശുവേ നന്ദി, യേശുവേ നന്ദി. സിജോ എന്ന് പറയുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി, സിജോ എന്ന് പറയുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി തമ്പുരാൻ തൊടാൻ വേണ്ടി പോവാം. ഞാനൊരു അടയാളമായി കാണുന്ന ഈ മൺതിട്ട ഇങ്ങനെ ചെരിച്ചു നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്നും വീണ് തീർന്നു പോകേണ്ട ഒരു സ്ഥലം, അത് സ്ലിപ്പായി, ആ തലമുറ സ്ലിപ്പായി അവിടെ തീർന്ന് അവസാനിക്കേണ്ടതായിരുന്നു. നമ്മൾ ഓർത്തു അത് രക്ഷപ്പെട്ടു. ഭാഗ്യമല്ല കേട്ടോ, ദുഷ്ടൻ്റെ ഒരു പ്ലാൻ അവിടെ ക്യാൻസലായതാണ്.
ആ സിജോയുടെ ഭവനം ഏതാണോ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. കർത്താവിൻ്റെ ഉള്ളത്തിൽ പറയുന്നു, ജീവനോടെ ഇരുന്ന് കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവാം. ഓ ലോർഡ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ അത് റിലീസ് ചെയ്യുന്നു. യേശുവേ, ഞങ്ങളിപ്പോൾ അത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ അത്ഭുതകരം പറയാൻ വേണ്ടിയാണോ വീണ്ടും? എന്റെ കൊച്ചുമകനാണ് സിജോയെ. ആ, സിജോയായിട്ട് ബന്ധപ്പെട്ടത്. ആ, എന്റെ മോനും ബ്രദറാണ്. എന്റെ മോനും സിജോ എന്നാണ് പേര്. സിജു. സിജോ ആരാ? സിജോ എന്നുള്ള പേരുള്ളതാരാ? സിജോ എന്നുള്ള എന്റെ മകളുടെ മകനാണ്. മകൻ സിജു അല്ല, സിജോ എന്നുള്ള പേര്. ആ, സിജോ. സിജോ സിജോ. അതെ. സിജോയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുക. ദൈവം പൊതിഞ്ഞു ആ കുടുംബത്തിന്റെ അകത്ത് ദുഃഖവാർത്ത കേറ്റത്തില്ല കേട്ടോ. ഈ ദിവസങ്ങളിൽ സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കും, പ്രിയ മാതാക്കളെ നിങ്ങൾ ചിന്തിക്കും, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ആൾക്കാർ കൊടുക്കേണ്ടത് ചുമ്മാ നമ്മൾ സൗണ്ട് അല്ല. നിങ്ങളുടെ പ്രാർത്ഥന ഇപ്പം കേട്ടില്ലേ, അനർത്ഥങ്ങളിൽ നിന്ന് തമ്പുരാൻ പൊതിഞ്ഞു സൂക്ഷിക്കുന്നുണ്ട്. ഇങ്ങനെ മൺതിട്ടയുള്ളൊരു സ്ഥലമാണ് കാണുന്നത്. അവിടുന്ന് വീണ് അവസാനിപ്പിക്കുക എന്നുള്ള പ്ലാനിനെ പ്രാർത്ഥന കൊണ്ട് തമ്പുരാൻ മാറ്റിയതാ. ദൈവത്തിന് പ്ലാനുണ്ട് കേട്ടോ. ദൈവത്തിന് കുടുംബത്തെ രക്ഷിക്കുവാൻ പദ്ധതിയുണ്ട്. കുടുംബത്തിന്റെ തലമുറകളുടെ നന്മ കാണിക്കുവാൻ ദൈവത്തിന് പ്ലാനുണ്ട്. ആ പ്ലാനുകളാണ് തമ്പുരാൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ആ തലമുറയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ യേശുവേ, അങ്ങ് പൊതിയുന്നല്ലോ, അങ്ങ് പൊതിയുന്നല്ലോ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, ഇപ്പോൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ സമാധാനവും ജീവനും വ്യാപരിക്കട്ടെ. ആമേൻ പറഞ്ഞു പിടിച്ചു അതിനെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവ് വലിയവൻ, കർത്താവ് വിശ്വസ്തൻ, വാക്ക് മാറാത്തവൻ. യേശുവേ, ഇത് ഞരമ്പ് സംബന്ധമായിട്ട് വേദനയുള്ളവർ, ഞരമ്പ് സംബന്ധമായി വേദന ഉള്ളവർ, അതിൻ്റെ അകത്ത് ഞരമ്പ് സംബന്ധമായ വേദന ഉള്ളതിൻ്റെ അകത്ത് ഏപ്രിൽ മാസത്തിൽ 16 ബന്ധപ്പെട്ട് ആ വേദന ഉള്ളവരെല്ലാം മ്യൂട്ട് മാറ്റുക. ആ കൂട്ടത്തിൽ തന്നെ ഏപ്രിൽ മാസത്തിൽ 16 എന്നുള്ള ദിവസം ജനിച്ച വ്യക്തി ഇതിൻ്റെ അകത്തുണ്ടോ? സൂമിലുണ്ടോ അതോ ലൈവിലാണോ? ഏപ്രിൽ മാസം ആരാ? ഞാനാണ്. എന്റെ മോളെ കുഞ്ഞ് 16 ഏപ്രിൽ 16. ഏപ്രിൽ 16 ജനിച്ചയാള്. ഓ, നിങ്ങൾ ജനിച്ചയാള് ഏപ്രിൽ 16 ജനിച്ചയാള്. ബ്രദർ, ഞാനാണ് ഷിജു, ദുബായിൽ നിന്ന്. ഞാൻ ഏപ്രിൽ 16 സിസ്റ്ററാ ജനിച്ചത്. സിസ്റ്റർ ഞരമ്പ് സംബന്ധമായിട്ട് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, അത് സംബന്ധമായ രോഗത്തെ ഇന്ന് ഉള്ളത്തിൽ നിന്ന് തമ്പുരാൻ തൊടുക. അത് ദുഷ്ടന്റെ ഒരു ആഗ്രഹമായിരുന്നു, പക്ഷെ ഇന്ന് അത് ക്യാൻസൽ ആവും കേട്ടോ. ശരീരത്തിന്റെ മേൽ ഈ ജനന ദിവസത്തിൽ ആ വരുന്ന അടുത്ത ജന്മദിനത്തിന്റെ അകത്ത് ഭയങ്കരമായ രീതിയിൽ ഒരു തടസ്സം കൊണ്ടിട്ട് ഭയങ്കരമായ ഒരു ഭയപ്പെടുത്തലിനെ കൊണ്ടാൻ നോക്കിയ ഒരു പ്ലാൻ ഇപ്പം തമ്പുരാൻ, അത് അതിനുള്ളത് തമ്പുരാൻ പറഞ്ഞത്, ഈ മാസത്തിൽ ജനിച്ച വ്യക്തി അടുത്ത മാസത്തിൽ ആഘോഷിക്കാൻ നിൽക്കുന്ന വ്യക്തി ആഘോഷങ്ങളെ അലങ്കോലമാക്കുക. ആഘോഷം എന്ന് പറഞ്ഞാൽ നമ്മളതിനെ സന്തോഷത്തിൻ്റെ ദിവസത്തെ ദുഃഖമാക്കാൻ നോക്കുന്നതിനെ ഇപ്പോൾ ഞാനത് ബ്രേക്ക് ചെയ്യുന്നു. ദീർഘായുസ്സോടെ ദിവ്യ ആരോഗ്യത്തോടെ ഇരിക്കും യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ പറഞ്ഞതിനെ പിടിച്ചു. കർത്താവിൻ്റെ ആരോഗ്യമാണ് എൻ്റെ അവകാശം, കർത്താവിൻ്റെ അത്ഭുതമാണ് എൻ്റെ അവകാശം. ഈ സമയത്ത് ഞാൻ ഞരമ്പ് സംബന്ധമായിട്ട് വേദന അനുഭവിക്കുന്നവർ എൻ്റെ കൂടെ ഉണ്ടോ എന്ന് കൈയെടുത്ത് വെച്ച് യേശുവിന്റെ നാമത്തിൽ, കൈയെടുത്ത് വെച്ച് യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാ. കർത്താവേ, അങ്ങയുടെ അടിപ്പിണരുകളാൽ ഇന്ന് എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശു എന്റെ രോഗത്തെ ക്രൂശിൽ വഹിച്ചു, യേശു എന്റെ വേദന ക്രൂശിൽ അനുഭവിച്ചു. ഇന്ന് കേട്ടതുപോലെ ഞാൻ മകനാണ്. ഈ ഭൂതങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇറങ്ങിപ്പോ. രോഗശക്തിയെ ഇപ്പോൾ തന്നെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോട്ടെ. അത്ഭുത വിടുതലിനെ കൽപ്പിക്കുന്നപ്പ, ആ വേദന വേരോടെ പറിച്ചെടുക്കുന്നപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ലോർഡ് ജീസസ്, ലോർഡ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള കൈവച്ച വേദനയുള്ള ഭാഗത്ത് കൈവച്ച് ഇൻസ്റ്റന്റ് ക്രിയേറ്റീവ് പുതിയ ഞരമ്പ് അവിടെ വരും, പുതിയ അവയവം അവിടെ ഉണ്ടായി വരും. ബ്ലഡ് സർക്കുലേഷൻ ക്ലിയർ ആകുക, വേദന മാറുക യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇൻസ്റ്റന്റ് ക്രിയേറ്റീവ് മിറക്കിൾ, ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആമേൻ, 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 ആമേൻ. മാതി ഒന്ന് ചെക്ക് ചെയ്തേ.
ഒന്ന് ചെക്ക് ചെയ്തേ. എന്നാ മാറ്റം, എന്നാ മാറ്റം. പ്രാർത്ഥിച്ചവർ മാത്രം, ഇന്ന് ആ രോഗസൗഖ്യ പ്രാർത്ഥന സ്വീകരിച്ചവർ മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്ക്. എന്നാ സംഭവിച്ചത്? പ്രാർത്ഥിച്ചതിന് ശേഷം, ഇന്ന് ആ പ്രാർത്ഥന കൈവച്ച് കൽപ്പിച്ചതിന് ശേഷം ഉണ്ടായ മാറ്റം എന്താ ഒന്ന് പറഞ്ഞേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അവര് മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്ക്. എത്ര പേര് പ്രാർത്ഥിച്ചു? എന്നാ മാറ്റം? പ്രാർത്ഥിച്ചപ്പോ എന്നാ മാറ്റം? എനിക്ക് തലയുടെ ഉള്ളിന്ന് വേദന ഉണ്ടായിരുന്നു ബ്രദറെ. അപ്പൊ ഒരു ഇടത്ത് ഭാഗത്തുള്ള നെറ്റ് ഇങ്ങോട്ടുള്ള ഒരു ഞരമ്പ് ഇങ്ങനെ പൊങ്ങി കിടക്കുമായിരുന്നു. ഇപ്പം അത് താഴ്ന്നു പോയിട്ടുണ്ട്. ഓ, എത്ര നാളായിട്ടാ ഞരമ്പ് പൊങ്ങി നിൽക്കുമായിരുന്നു? അത് ഇടക്കിടക്കേ വരുമായിരുന്നു. അപ്പൊ ഇന്ന് പെട്ടെന്ന് പ്രാർത്ഥനയുടെ ഇടക്കാണ് അത് വേദന വന്നത്. അപ്പൊ നമ്മളിപ്പോ പ്രാർത്ഥിച്ചപ്പോ അത് പോവുകയും ചെയ്തു. വേദനയും പോയി. ഓ എന്റെ യേശു, കേട്ടെ, ഞരമ്പ് പൊങ്ങി നിൽക്കുമായിരുന്നു, തലയുടെ അങ്ങോട്ടുള്ളത് വേദന ഉണ്ടായിരുന്നു, തടിച്ചു നിൽക്കുമായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് ആ ഞരമ്പ് അകത്തോട്ടും പോയി, ആ വേദനയും മാറി യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. അടുത്തയാള് ചെക്ക് ചെയ്തേ. ഇന്ന് ഇപ്പൊ പ്രാർത്ഥിച്ചവര്, നിങ്ങൾ കോഹോസ്റ്റ് ചെയ്യുന്നവരെ, പ്രാർത്ഥിക്കാൻ പറഞ്ഞ സാക്ഷ്യം പറയുന്നവരെയും കൂടെ ശ്രദ്ധിച്ചോണം, മ്യൂട്ടായി പോകരുതേ. ആമേൻ. സാക്ഷ്യമുള്ള ഇന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ശരീരത്തിന്റെ അകത്ത് എനിക്കൊരു മാറ്റം ഉണ്ടെന്ന് പറയുന്നവർ മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്ക്. ഇപ്പം പ്രാർത്ഥിച്ചവരെല്ലാവരും അവർ മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്കുക. അവർ മാത്രം പ്രാർത്ഥിച്ചവർ അവർ മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്കുക. അല്ലെങ്കിൽ ഇത് ആരാണ് മ്യൂട്ട് മാറ്റിയെന്ന് അറിയാൻ പറ്റത്തില്ല. ബ്രദറെ, ഞാൻ ഇന്ന് 6 മണി മുതൽ വെയിനകത്തോടെ ബ്ലഡ് ക്ലോട്ടിംഗ് ആയിട്ട് നെഞ്ചുവേദന എടുത്ത് വളരെ ഭാരപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കുറെ സമയം ഇപ്പം പോയെങ്കിലും ഇപ്പൊ നരമ്പിന്റെ കൈയുടെ നരമ്പിലോട്ടൊക്കെ അങ്ങ് വേദനയായിരുന്നു. ആ വെയിനല്ല, ഇപ്പൊ അത് പ്രാർത്ഥിച്ചപ്പോ എന്നാ പറ്റി? പ്രാർത്ഥിച്ചപ്പോ വേദന അങ്ങ് വിട്ടുമാറി. ഓ എന്റെ യേശുവെ, കേട്ടോ, നിങ്ങൾ ഇത്രയും നേരം വേദനയാൽ പൊളയുമായിരുന്നു, ഭാരപ്പെടുമായിരുന്നു. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയത്ത് ഇപ്പൊ വേദന ഒട്ടുമില്ല. ഓ എന്റെ യേശുവെ, കൃപ കൃപ, പരിശുദ്ധാത്മാവെ, അങ്ങ് തൊട്ട കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അടുത്തയാള് ചെക്ക് ചെയ്തേ. അടുത്ത ആലോചനയിലേക്ക് നമുക്ക് പോകേണ്ടത്. വേഗത്തിൽ ചെക്ക് ചെയ്തേ. ലോർഡ് ജീസസ്. അടുത്തയാള് വേഗത്തിൽ ചെക്ക് ചെയ്തേ. ബ്രദറെ, എനിക്ക് ഭയങ്കരമായിട്ട് പല്ലുവേദനയായിരുന്നു. കിടന്നുറങ്ങാനോ പറ്റണ്ടായില്ല. ഇപ്പൊ പല്ലുവേദനയുടെ വേദന കുറഞ്ഞു. പൂർണ്ണ സൗഖ്യമാണ് നമ്മുടെ അവകാശം. ഇനി കുറഞ്ഞ വേദന കൈവച്ചോണം. കർത്താവ് ഈ മാറ്റം എൻ്റെ അത്ഭുതത്തിന്റെ ആരംഭമാണ്. പൂർണ്ണ സൗഖ്യമായിട്ട് ഇപ്പൊ തന്നെ പറയും കേട്ടോ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. അടുത്തയാള് ചെക്ക് ചെയ്തേ. എന്റെ കൈ ഈ വാതിലിന്റെ ഇടയിൽ പോയിട്ട് കൈക്ക് നീര് വെച്ച് കൈക്ക് ഇങ്ങനെ ചുരുട്ടി പിടിക്കാനൊന്നും വയ്യായിരുന്നു. കൈ കൊണ്ടൊരു കപ്പ് വെള്ളം പോലും എടുക്കാൻ വയ്യായിരുന്നു. ഇപ്പം കൈയുടെ വേദന മാറിയിട്ടുണ്ട്. കൈ ഇങ്ങനെ ചുരുട്ടി പിടിക്കാനും പറ്റുന്നുണ്ട്. ഭയങ്കര വേദനയായിട്ട്. അല്ല, ഇന്നായിരുന്നു എനിക്ക് ബാത്റൂമിന്റെ ഈ കതവിനകത്ത് കയറി കൈ അങ്ങ് അടഞ്ഞ് അത് ഭയങ്കര നീര് വെച്ച് ഭയങ്കരമായിട്ട് ഇപ്പോഴും നീരുണ്ട്. പക്ഷെ വേദന കൊണ്ട് എനിക്ക് ചുളുചുളുത്ത് ഭയങ്കര വേദനയായിരുന്നു. എനിക്ക് കൈ ഇങ്ങനെ ചുരുട്ടി പിടിക്കാൻ പോലും വയ്യാത്ത വേദനയായിരുന്നു. ഇപ്പൊ വേദന മാറി കൈക്ക് ഇങ്ങനെ ചുരുട്ടി പിടിക്കാനും പറ്റുന്നുണ്ട്. കണ്ടോ, കർത്താവ് തൊട്ടു. ഇപ്പൊ പറഞ്ഞിട്ട് അവിടെ കൈക്ക് ചുരുട്ടി പിടിക്കാൻ പറ്റുന്നില്ലായിരുന്നു, ഭയങ്കര വേദനയായിരുന്നു. ഇപ്പൊ പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ വേദനയും പോയി, കൈയും ചുരുട്ടി പിടിക്കാൻ പറ്റുന്നുണ്ട്. യേശുവിന്റെ അത്ഭുതത്തിൽ ഒരു മഗ് പോലും പിടിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പറ്റത്തില്ലായിരുന്നു. അതുപോലെ വേദനയായിരുന്നു. ഓ എന്റെ യേശുവേ, ഇപ്പൊ ഒട്ടും വേദനയില്ല. ഇപ്പൊ വേദന മാറി. ദൈവം സുഖപ്പെടുത്തിയതിനായി കർത്താവിന്റെ കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ആമേൻ. അടുത്തയാള് ചെക്ക് ചെയ്ത്. ഈ സമയത്ത് ഞാൻ ഒറ്റ പ്രാർത്ഥനയോടെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. വേദനയും രോഗവും ഉള്ളവർ ഈ കൂട്ടത്തിൽ കൈയെടുത്ത് വെച്ച്, ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന് അധികാരമുള്ള നാമത്തിൽ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുക, സുനുവിൻ്റെ ഭവനത്തിൽ 2 ആൺതലമുറകളുമായി ബന്ധപ്പെട്ട സുനുവിൻ്റെ ഭവനത്തിൽ തമ്പുരാൻ്റെ വലിയൊരു പ്രവൃത്തിയെ ദൈവം അയക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. 2 ആൺതലമുറയുള്ള ഭവനമാണ്. ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തിയെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബം ഇന്ന് സ്വീകരിച്ചോണേ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഇപ്പോൾ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഈ സമയത്ത് രോഗികൾ, വേദനയുള്ളവർ, ശരീരത്തിൽ ഏത് ഭാഗത്താണ് എവിടെയാണോ വേദനയുള്ളത്, കൈ
എടുത്തൊന്ന് വെക്കാവോ? യേശുവിൻ്റെ നാമത്തിൽ ആ ഹീലിംഗ് അനോയിൻറ്റിങ്ങിനെ ഒന്ന് സ്വീകരിച്ച്, സൗഖ്യത്തെ സ്വീകരിച്ച്, യേശുവിൻ്റെ അടിപ്പിണരാൽ നമ്മൾ പുത്രന്മാരാണ്. പുത്രന്മാരാണ്. പുത്രൻ എന്ന് പറഞ്ഞാൽ വേദന ചുമക്കുന്നവരല്ല, വേദനകളെ അനേകരിൽ നിന്നും മാറ്റുവാൻ ദൈവത്താൽ അഭിഷേകം ലഭിച്ചവരാണ് നമ്മൾ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ബ്രദറെ, സുനു എന്ന് പറയുന്ന എന്റെ ആങ്ങളുടെ മോന്, രണ്ടാം മക്കളാണ്. സുനുവിന്റെ പപ്പയ്ക്ക് ഇപ്പൊ ഹാർട്ടിന് ഇച്ചിരി പ്രശ്നമായിട്ടിരിക്കുവായിരുന്നു. ഇന്ന് ആ പിതാവിനെ സൗഖ്യമാക്കുവാൻ അധികാരം പകരാൻ വേണ്ടി പോയി യേശുവിൻ്റെ നാമത്തിൽ. സുനുവിന് വേണ്ടി പ്രാർത്ഥിച്ചോണം, ആൺ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. പാരമ്പര്യമായി പിടിച്ചു കെട്ടാൻ നോക്കുന്ന സകല പൈശാചിക ശക്തികളിൽ നിന്നും യേശുവിൻ്റെ നാമത്തിൽ ആ ഭവനത്തിൻ്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവം പ്രത്യേക ഒരു അഭിഷേകം പകരും കേട്ടോ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പ അഭിഷേകത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ, അത്ഭുതം വ്യാപരിക്കട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ ചില പ്രാർത്ഥനകൾ നമ്മൾ നേരിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല, കണ്ണൂരും ട്രിവാൻഡ്രത്തും തൊടുപുഴയിലും എറണാകുളവും കോട്ടയവും മറ്റ് സ്ഥലങ്ങളും ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ചിലപ്പം പെട്ടെന്നായിരിക്കും പറയുന്നത് ചില സ്ഥലങ്ങൾ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സൂമിലും പ്രത്യേകിച്ച് ഗ്രൂപ്പിലുമൊക്കെ നിങ്ങൾ ആക്റ്റീവായി നിൽക്കുക. കാര്യം നമ്മുടെ സമയത്തിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 10-14 ദിവസങ്ങളെ ചുരുങ്ങിയതുള്ളൂ. അതിൻ്റെ അകത്ത് നമുക്ക് പ്രാർത്ഥനകളൊക്കെ ക്രമീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പം മാക്സിമം ദൈവനിയോഗം പോലെ, എപ്പോഴും ഞാൻ പറഞ്ഞ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ഇടപെടുന്നത് അതുപോലെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതും. അങ്ങനെ ചെയ്താലാണ് നമുക്ക് ഗുണമുള്ളത്. അപ്പം നിങ്ങൾ ഗ്രൂപ്പിൽ ആക്റ്റീവ്, ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് ക്രമീകരിക്കാൻ സാധ്യതയുണ്ട് ഇതല്ലാതെ മീറ്റിങ്ങുകൾ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് തയ്യാറായി നിൽക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ വേഗത്തിൽ കൈയെടുത്ത് വെച്ച് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് കർത്താവ് ഇന്ന് കുടുംബത്തിൻ്റെ മേലെന്നും ചില കുടുംബ വിഷയത്തിൻ്റെ മേലെന്നും ചില വസ്തു സംബന്ധമായ കേസുകൾ, പ്രോബ്ലങ്ങൾ, ചില കർത്താവ് ഇന്ന് കുടുംബത്തിൻ്റെ അകത്ത് സ്വസ്ഥത കെടുത്തുന്ന ചില ഭാരങ്ങൾ, പൈശാചിക ശക്തികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പുറത്താക്കാൻ വേണ്ടി പോവാണ്. ദുഷ്ടൻ്റെ ആശ നശിക്കും, അവൻ പല്ല് കടിച്ചു ഉരുകിപ്പോകും. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുതകരം സൗഖ്യമായി, വിടുതലായി, അത്ഭുതമായി ഓരോ വ്യക്തികളുടെ മേലേക്കും ഞങ്ങൾ റിലീസ് ചെയ്യുന്നപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ മുടന്തൻ തുള്ളും, ചെകിടൻ കേൾക്കും, ഊമർ സംസാരിക്കും, മരിച്ചത് ഉയർത്തെഴുന്നേൽക്കും, ഭൂതങ്ങൾ വിട്ടുപോകും. ദൈവരാജ്യത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നു. ദൈവരാജ്യത്തിൻ്റെ ശക്തി പ്രൊജക്റ്റ് ചെയ്ത് വരുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് കൽപ്പിക്കുന്നപ്പോൾ അങ്ങ് തൊട്ടു വിടിവിക്കുന്നല്ലോ. അത്ഭുതം, അത്ഭുതം കൈവച്ച് അത്ഭുതകരമായ മാറ്റത്തെ കൽപ്പിക്കുന്നു, അത്ഭുതകരമായ സൗഖ്യത്തെ കൽപ്പിക്കുന്നു. ഇൻസ്റ്റന്റ് ക്രിയേറ്റീവ് മിറക്കിൾസിന് പുതിയ അവയവങ്ങൾ ഉണ്ടായി വരിക, പുതിയ ഞരമ്പുകൾ ഉണ്ടായി വരിക, പുതിയ അസ്ഥി വരിക, തേയ്മാനം പോയതൊക്കെ പുതിയത് വരിക. യേശുവിൻ്റെ അധികാരമുള്ള കാഴ്ച വർദ്ധിക്കുന്നു. കേൾവി, പ്രായമായെന്ന് പറഞ്ഞിരിക്കരുത്, ഓടണം. 80-ാമത്തെ വയസ്സിൽ മോശ ലക്ഷക്കണക്കിന് ജനത്തെ മരുഭൂമിയിലൂടെ നടത്തിയെങ്കിൽ പ്രിയരെ, ദൈവം വിചാരിച്ചാൽ വാർദ്ധക്യത്തിലും നിങ്ങൾക്ക് ചെറുപ്പക്കാരെ പോലെ ഓടിച്ചാടി നടക്കാൻ പറ്റും. പറഞ്ഞാൽ യേശുവിന് വേണ്ടി ഓടും, യേശുവിൻ്റെ സാക്ഷിയാകും. ഇന്ന് ആ ഭൂതഗ്രസ്തൻ ദേശം മുഴുവൻ നടന്നവൻ സാക്ഷ്യം പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ അറ്റത്തോളം പോയി. പ്രായം നോക്കണ്ട, സമയം നോക്കണ്ട, കുടുംബത്തിൻ്റെ ഒന്നുമല്ല വിഷയം. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. അത്ഭുതങ്ങളെ, അത്ഭുതങ്ങളെ, അത്ഭുതങ്ങളെ റിലീസ് ചെയ്യുന്നു. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആമേൻ. ഒന്ന് ചെക്ക് ചെയ്തേ, വേഗത്തിൽ ആ ബോഡി ഒന്ന് ചെക്ക് ചെയ്തേ. അതിനു മുമ്പായിട്ട് ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് ഈ ദിവസങ്ങളിൽ വരുന്ന മാർച്ച് മുതൽ ഏപ്രിൽ വരുന്ന പ്രാർത്ഥനകൾക്ക് വേണ്ടി പ്രത്യേകം വിതയ്ക്കുക. നമ്മൾ വിതയ്ക്കുക എന്നുള്ളത് സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടിയാണ്. അനേക ഇടങ്ങളിൽ ഇതേപോലെ പ്രൊഫറ്റിക്കൽ ഹീലിംഗ് ഡെലിവറൻസുകൾ, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം വെളിപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഈ സമയത്ത് രോഗികൾ, നിങ്ങൾക്ക് എവിടെയാണോ വേദന ഉണ്ടായിരുന്നത് ഒന്ന് ചെക്ക് ചെയ്യുക. ഇതിന് ശേഷം ഞാൻ ചോദിക്കും, ഒന്ന് തിരിച്ചോ മറിച്ചോ എന്താണോ കഴിയാത്തത് ഒന്ന് ചെക്ക് ചെയ്തേ. ഞാൻ അതിന് മുമ്പായിട്ട് കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ബ്ലസ് ചെയ്യുന്നു. ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ നമ്മുടെ ഈ ഡീറ്റെയിൽസുകൾ ഷെയർ ചെയ്തിട്ടുണ്ട്. കർത്താവിൻ്റെ നാമത്തിൽ വിതയ്ക്കുവാൻ ആഗ്രഹമുള്ളവർ ഈ ദിവസങ്ങളിൽ നിന്ന് ശേഷിപ്പ് മാറ്റി വെക്കുന്ന കാര്യം, പല പട്ടണങ്ങളിൽ സുവിശേഷം പറയുവാൻ എൻ്റെ ഒരു ഭാഗമാണ്. എനിക്ക് സുവിശേഷത്തിൻ്റെ വേലയിൽ പങ്കുചേരുവാൻ ദിനവൃത്താന്തം പറഞ്ഞ് ഞാൻ കർത്താവിങ്കിൽ നിന്ന് മേടിച്ചിട്ട് അങ്ങേക്ക് തരുക. അപ്പം തമ്പുരാൻ തന്ന നന്മയ്ക്കകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അവസരമാണിത്.
ആ അവസരത്തെ പാഴാക്കല്ലേ. അനേക ആത്മാക്കൾ വിടിവിക്കപ്പെടുവാൻ, അനേക കുടുംബങ്ങൾ രക്ഷപ്പെടുവാൻ ഇതൊരവസരമാണ്. ഞാനും അതിൽ പങ്കുചേരുകയാണ്. കർത്താവെ, ഞാൻ ബ്ലസ് ചെയ്യുന്നു. വിതച്ച മക്കളെ അനുഗ്രഹിക്കുന്നു. സ്ക്രീനിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അതിൻ്റെ ഡീറ്റെയിൽസുകൾ. കർത്താവെ, അവർ ജോലിയുണ്ട്, അവർക്ക് ബിസിനസ്സുണ്ട്, അവരുടെ വരുമാന മാർഗമുണ്ട്. അതിൻ്റെ കൊടുക്കൽ വാങ്ങൽ നിമിത്തം എവിടെയെങ്കിലും നന്മ മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, നന്മ നിറയട്ടെ. യേശു തന്ന അധികാരത്തെ ഉപയോഗിക്കുക. ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെടും. ഇന്ന് അവരുടെ മുമ്പിലുള്ള സാമ്പത്തിക കുരുക്കുകളെ അഴിച്ചു പ്രാർത്ഥിക്കുന്നു. ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിനെ ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കും. നന്മ കയറട്ടെ, ആ ജോലിയിൽ വർധനവുണ്ടാകട്ടെ, ബിസിനസ്സിൽ വർധനവുണ്ടാകട്ടെ, വരുമാന മാർഗങ്ങൾ വർദ്ധിച്ച് പെരുകട്ടെ. ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്തവർ വേഗത്തിൽ സാക്ഷ്യങ്ങളെ, പ്രാർത്ഥനാ വിഷയമല്ല, നമ്മൾ ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർ വേഗത്തിൽ സാക്ഷ്യങ്ങളെ പറഞ്ഞാട്ടെ. വേഗത്തിൽ പറഞ്ഞു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിട്ട്. എന്റെ പേര് ജിൻസി എന്നാണ്. അങ്കിൾ ആണെങ്കിൽ കഴിഞ്ഞ വർഷം 2025 ഞാൻ ഡിസംബർ ജനുവരി എന്റെ ജൂലി എന്ന് പറഞ്ഞിട്ട് ചേച്ചിയുണ്ട്. ചേച്ചി എനിക്ക് ഈ സൂമിലൂടെ ഈ മീറ്റിംഗ് കിട്ടി തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ബെഹറിലായിരുന്നു. ബെഹറിൽ ഇരുന്നപ്പോ അങ്കിള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പൊ ബെഹറിൽ നിന്ന് കേൾക്കാൻ ഇടയായപ്പോ ഞാനും എന്റെ ഹസ്ബൻഡും ഞങ്ങൾ പിരിഞ്ഞു നിൽക്കുകയായിരുന്നു. അങ്ങനെ നിന്ന സമയത്താണ് അങ്കിള് പറയുന്നത്, അതായത് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത്. അപ്പൊ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ അങ്കിള് എഴുതി വെച്ചിരുന്ന് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അതൊരു വിടുതൽ നടക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ സത്യത്തിൽ പറയാൻ അങ്കിളടുക്കെ പറയാൻ, ഞങ്ങൾ പിരിയനായിട്ടാണ് ഞങ്ങൾ മെയിലേക്ക് ഞങ്ങൾ രണ്ടുപേരും വന്നത്. എന്റെ ഹസ്ബൻഡ് പേര് മാത്യു എന്നാണ്. അച്ഛൻ കുവൈറ്റാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ബെഹറിലായിരുന്നു ആ ടൈമില്. അങ്ങനെ ഞങ്ങൾ മെയിലേക്ക് വന്ന് ഞങ്ങൾ പിരിയനായിട്ട് വന്നപ്പോൾ തന്നെ ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്കിൾ പറയുന്ന വചനങ്ങൾ മൊത്തം ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ നാട്ടിലാണ് ആ ബൈബിളൊക്കെ ഇരിക്കുന്നത്. അപ്പോഴെല്ലാം എനിക്ക് സാക്ഷ്യം അങ്കിളെനിക്ക് പറയണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ എൻ്റെ ഫോൺ കേടായിപ്പോയി, അങ്ങോട്ടൊന്നും എനിക്ക് പറയാൻ പറ്റിയില്ലായിരുന്നു. അന്നേരം അങ്കിൾ പറയുന്നുണ്ട്, തലമുറയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, അതായത് വലിയൊരു വിടുതൽ തന്നെയായിരുന്നു. കാരണം ഞങ്ങൾ പിരിയാൻ വന്നൊരു സാഹചര്യത്തിൽ എൻ്റെ ദൈവം അവിടെ ഞങ്ങളെ ഒരുമിപ്പിച്ചത്. അതെനിക്ക് പറയാൻ എനിക്ക് വാക്കുകളില്ല അങ്കിളെ. അതുപോലെയാണ് ഞാൻ അത്രയ്ക്കൊരു നീറിയ അവസ്ഥയിലൂടെയായിരുന്നു പോയത്. പക്ഷെ ഇന്ന് എനിക്ക് പറയാൻ പറ്റും, എന്റെ ദൈവം ഞങ്ങളെ കുടുംബമായിട്ട് ഞങ്ങൾ നിർത്തി. ഇന്ന് ഞാൻ കുവൈറ്റിന്റെ പട്ടണത്തിന് എന്റെ ഇച്ചാന്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നത്. എന്റെ മോൻ നാട്ടിലാണ്, അവനെയും കൊണ്ടുവന്ന് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നത് ഭയങ്കര ഒരു ആഗ്രഹം തന്നെയാണ്. ആമേൻ. തീർച്ചയായിട്ടും പ്രിയ സഹോദരി പറഞ്ഞതുപോലെ അവർ ഡിവോഴ്സിൻ്റെ വക്കിൽ നിൽക്കുന്ന ടൈമിലായിരുന്നു സഹോദരി പ്രാർത്ഥന അയച്ചു കൊടുത്തത്. അന്ന് മുതൽ കേട്ട വചനങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവർ ജനുവരി വന്ന് ഡിവോഴ്സ് ആകാൻ നിൽക്കുമായിരുന്നു. എന്നാൽ ഇന്ന് അവർ പറഞ്ഞ കർത്താവ് അവരുടെ കുടുംബജീവിതത്തെ ഇടപെട്ട്. കണ്ടോ, ദൈവം നമ്മുടെ കുടുംബജീവിതത്തെ ഇടപെടും. ഇന്ന് ഡിവോഴ്സ് അല്ല, കർത്താവ് അത്ഭുതകരമായി തന്നെ ഐക്യത കൊടുത്തു. അതെ, ഇന്ന് ഒരുമിച്ച് ഒരേ സ്ഥലത്ത് രണ്ട് ദൂരത്തിൽ. ആമേൻ. നിന്നിച്ചെടുത്ത് ഞങ്ങൾ മാനിക്കുക. എന്റെ ദൈവം ഞങ്ങളെ മാനിച്ചു. കാരണം എല്ലാരും വിചാരിച്ചു ഞങ്ങൾ ഡിവോഴ്സ് ആവും, ഞങ്ങൾ സെപ്പറേറ്റഡ് ആയെന്നൊക്കെ കുറെ ആൾക്കാർ ആഗ്രഹിച്ചവരും ഉണ്ട്. പക്ഷെ അതിലെല്ലാം എന്റെ ദൈവം ഞങ്ങളെ മാനിച്ചിരുന്നു. ഞങ്ങൾ ഒരു ദേശത്ത് തന്നെ നിൽക്കാൻ എന്റെ ദൈവം ഞങ്ങളെ ഒരുക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കൃപ തന്നെ എന്റെ ദൈവം തന്നത്. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് തൊട്ട കൃപയ്ക്ക് നന്ദി സിസ്റ്റർ. ഇനി ആ കുടുംബജീവിതത്തിൽ പ്രാർത്ഥിച്ചോണം കർത്താവ് ആ ദേശത്തിൽ അനേക കുടുംബങ്ങളെ എനിക്കൊരു അനുഗ്രഹമാക്കി മാറ്റും കേട്ടോ. അങ്ങനെ പറഞ്ഞോണേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അടുത്ത ആള് സാക്ഷ്യമുള്ളവർ പറഞ്ഞാട്ടെ. പറഞ്ഞോ ഇന്നലെ നമ്മുടെ കൊല്ലത്തെ മീറ്റിങ്ങിന് ഒരു സഹോദരിയെ ഞാൻ കടത്തിക്കൊണ്ട് വന്നായിരുന്നു. അന്നേരം അവിടെ വെച്ച് ബ്രദറെ ദൂത് പറഞ്ഞായിരുന്നു. അപ്പൊ അതിനെയല്ല പറഞ്ഞത്, അതിന്റെ സഹോദരിയാ പറഞ്ഞത്. കുഞ്ഞുമോൾ എന്നുള്ള വ്യക്തിയുടെ വീട്ടിലേക്ക് പിന്നെ കർത്താവ് ഇടപെടാൻ പോകുന്നു പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അത് ഏറ്റെടുക്കുകയും ചെയ്തായിരുന്നു. അതിനുശേഷം ഞാനും ആ സിസ്റ്ററും കൂടെ അവരുടെ വീട്ടിലൊന്ന് പോയായിരുന്നു. അവരുടെ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ച് അന്ന് ആദ്യം കടന്നു ചെന്ന് കഴിഞ്ഞപ്പോ കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു വിശ്വാസത്തോടൊക്കെ വന്ന്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ഇന്നലത്തെ മീറ്റിങ്ങിനകത്ത് സിസ്റ്ററിന്റെ കാര്യം പറഞ്ഞെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ട് പോരുന്ന പിന്നെ ആ വൈകിട്ട് അവർ വിളിച്ചു പറഞ്ഞ് അവർക്ക് വിശ്വസിച്ചിട്ട് വന്നായിരുന്നു. അമ്മ ഇരുന്ന നിലയിൽ അന്ന് അവിടെ വീണ്. അന്ന് അവിടെ പിശാചുക്കളുടെ ബഹളമായിരുന്നു അന്ന് ബ്രദർ പറഞ്ഞായിരുന്നു. അപ്പൊ അമ്മ വീണ്, അമ്മയ്ക്ക് കുറച്ച് മുറിവൊക്കെ സംഭവിച്ച് കാലിനൊക്കെ ഒടിവുണ്ടായി, അങ്ങനെ കിടക്കുന്നെന്ന് പറഞ്ഞു. പിന്നെ ഈ അടുത്ത ദിവസം 2 ദിവസത്തിന് മുമ്പ് ഞാനും ആ സിസ്റ്ററും കൂടെ അവരുടെ വീട്ടിലൊന്ന് പോയിരുന്നു അമ്മയെ കാണാനായിട്ട്. അങ്ങനെ പ്രാർത്ഥിച്ചു.
ആ വീട്ടിലിരുന്ന് ശക്തമായിട്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ എൻ്റെ കർത്താവ് എനിക്ക് കൃപ തന്ന് ഞാൻ പ്രാർത്ഥിച്ച് അവരുടെ ബന്ധനങ്ങളെല്ലാം അഴിയുന്നത് പോലെ എനിക്ക് തന്നെ തോന്നി. അവർക്കും വിശ്വാസമായി. എല്ലാ വീട്ടിലും അവിടെ നിന്ന് അംഗങ്ങൾക്കെല്ലാം പ്രാർത്ഥിച്ച് അന്ന് തന്നെ ബ്രദർ അതിന്റെ തലേന്ന് വീണ്ടും പറഞ്ഞു അഖിലെന്ന് പേരും കണ്ണനെന്ന് വിളിക്കുന്നതുമായ ഒരു മകനുണ്ടെന്നൊക്കെ പറഞ്ഞു. അത് അവർക്ക് വേണ്ടിയുള്ളതായിരുന്നു. അത് ഏറ്റെടുത്ത വിവരങ്ങളൊക്കെ അവരോട് പറഞ്ഞു. അവർക്ക് ഒരുപാട് വിശ്വാസമായി. എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഉടമ്പടിയൊക്കെ പറഞ്ഞു കൊടുത്ത് അവർ ഏറ്റു പറയുകയൊക്കെ ചെയ്ത് ഒത്തിരി വിശ്വാസമായി. അവർ ഇതിലേക്ക് കടന്നു വരത്തക്ക രീതിയിൽ അവർക്ക് വിശ്വാസം അവരെ രക്ഷിക്കുന്നെന്നൊക്കെ പറഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങള് വണ്ടിയിൽ നിന്ന് ചെറുക്കി വീണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഇച്ചിരി ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഒരു ട്രാഫിക് പോലീസ് ഞങ്ങളുടെ വണ്ടിയൊക്കെ താക്കോലൊക്കെ ഊരിയെടുത്ത് ഞങ്ങൾ ട്രാഫിക് തെറ്റി വന്ന് അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും കർത്താവിന്റെ കൃപയാൽ ഒരു പ്രശ്നവും ഞങ്ങൾക്ക് ഒരു ദോഷങ്ങളൊന്നും വന്നില്ല. അവരതിന് ശേഷം തൊട്ട് വിളിച്ചു പറയാൻ തുടങ്ങി. അവർക്ക് നല്ല ആശ്വാസവും ആ വീടിന് ഒരുപാട് വിടുതൽ കിട്ടിയതുപോലെ അവർക്കും തോന്നി, ഞങ്ങൾക്കും തോന്നി. ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചായിരുന്നു. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ കർത്താവ് എനിക്ക് തന്നു. ഞാൻ നല്ലോണം പ്രാർത്ഥിച്ചു വന്നു. പിന്നെ അന്ന് വീട്ടിൽ വന്നിരുന്നോണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് അവിടെ വീട്ടിൽ ചെന്നപ്പോ അമ്മയെ നോക്കാൻ ഒരു സഹോദരിയെ നിർത്തിയിരിപ്പുണ്ടായിരുന്നു. ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥന ഏറ്റെടുത്ത് അവരെന്റെ ഫോൺ നമ്പർ മേടിച്ചു. പിന്നെ രാത്രിയിലൊക്കെ എന്നെ വിളിച്ചു. ഒരുപാട് വിടുതലുണ്ടായി, സമാധാനം ഉണ്ടായെന്ന് പറഞ്ഞ കർത്താവിന്റെ കൃപയാല് അന്ന് വിട്ടു വന്നിരുന്നപ്പോ രാത്രി ഞാനിവിടെ ഇരുന്നോണ്ട് പിന്നെ ബ്രദറെ വലിയൊരു അത്ഭുതം എന്ന് പറഞ്ഞു ഇവിടെ വന്നിരുന്ന് ഞാൻ അവർക്ക് വേണ്ടിയൊക്കെ രാത്രി വീണ്ടും പ്രാർത്ഥിച്ച് എനിക്കങ്ങ് ഒരുപാട് അങ്ങ് പ്രാർത്ഥിക്കണമെന്ന് വീണ്ടും വീണ്ടും അങ്ങ് തോന്നുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഞാൻ പ്രാർത്ഥിച്ചതാണ്, കർത്താവ് എന്റെ പ്രാർത്ഥന കേട്ടെന്ന് എനിക്കൊരു ക്ലൂ തരണമെന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. എന്നെ അങ്ങ് ഇഷ്ടപ്പെടുന്നു എന്ന് എനിക്ക് അറിയണമെന്ന് പറഞ്ഞു തീർന്ന് പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഫ്ലാസ്കിന്റെ പുറത്തൊരു ഗ്ലാസ് കമത്തി വെച്ചിരിപ്പുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ആ ഗ്ലാസ് കിടന്ന് പടപടാതെ നമ്മളില്ല മണി അടിക്കും പോലെ അങ്ങ് അടിക്കുന്നു. എനിക്ക് ഒരുപാട് ഒരു അത്ഭുത സാക്ഷി ഞാൻ പറയാനിരുന്ന ബ്രദർ. എനിക്കത് ആ ഗ്ലാസ് കിടന്ന് അടിച്ചത് ഒരുപാട് എനിക്ക് അങ്ങ് എഫക്ട് ചെയ്തിട്ടുണ്ട്. എന്റെ കർത്താവ് എന്നെ തൊട്ടതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പ്രാർത്ഥിക്കാൻ തീർച്ചയായിട്ടും പ്രിയ ഗിരാസ് പറഞ്ഞ പോലെ തന്നെ കൊല്ലത്ത് നടന്ന പ്രാർത്ഥന നമ്മൾ ആ സാക്ഷ്യം കേട്ടതാണ്. ആ സഹോദരരുടെ പേര് വെളിപ്പെടുത്തി, ആ സഹോദരുടെയും പേര് വെളിപ്പെടുത്തി ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് പ്രൊഫസി നമുക്ക് ആ പ്രൊഫറ്റിക്കൽ ഡെലിവറൻസ് മീറ്റിംഗ് കൊല്ലത്തിൻ്റെ യൂട്യൂബിൽ കിടപ്പുണ്ട്. ഗീതാശ്വരൊക്കെ അതിനുശേഷം അവരുടെ വീട്ടിൽ ചെന്നപ്പോഴാണ് അവസ്ഥകളെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത്. അവരെ അവിടെ പറഞ്ഞു ഇന്നുപോലെ പ്രാർത്ഥനയിൽ ഒരു ബ്രദർ ഇതൊക്കെ വെളിപ്പെടുത്തി ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ അതിനുശേഷം വെളിപ്പെട്ട മക്കളുടെ പേരുകൾ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. അവിടെയൊക്കെയും പോയി പ്രാർത്ഥിച്ചെന്ന് കേട്ടതുപോലെ കുടുംബത്തിന് വലിയ ആശ്വാസവും അനുഗ്രഹമായി തീർന്നു. കേട്ടതുപോലെ നമ്മൾ അനേക ഭവനങ്ങളിൽ വിടിവിക്കേണ്ടവരാണ്. നമ്മൾ അനേക കുടുംബങ്ങളെ നേടേണ്ടവരാണ്. അനേക തകർന്ന ഭവനങ്ങളെ വിടിവിക്കണം. ഒരു സാക്ഷ്യം തന്നെയാണ് ഗിരാസ് പറഞ്ഞത്. കൊല്ലത്ത് അനേക ഇടങ്ങളിൽ കർത്താവ് അയക്കും. അതുകൊണ്ടാണ് തമ്പുരാൻ ജീവനോടെ നിർത്തിയിരിക്കുന്നത്. ഈ അവസ്ഥയൊക്കെ മാറും, ഇതെല്ലാം മാറും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവ് നിങ്ങളെ എല്ലായിടത്തും ഓടിക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു. പ്രത്യേകിച്ച് കൊല്ലത്തുള്ളവരെ, നിങ്ങൾ കൊല്ലംകാരെല്ലാവരും കൂടെ ചേർന്ന് എനിക്ക് വന്ന ഗീതാ സിസ്റ്റർ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഒരുമിച്ച് നമുക്ക് ട്രിവാൻഡ്രം പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വരണം. കാര്യം അന്നത്തെ കൊല്ലത്തെ പ്രാർത്ഥനയ്ക്ക് ട്രിവാൻഡ്രത്തുള്ളവരെല്ലാം വന്നിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഒഴിവാകാൻ കഴിയത്തില്ല. കാരണം ആഗ്രഹമുള്ളവർ പ്രാർത്ഥിക്കാൻ തയ്യാറായുള്ളവരും തിരുവനന്തപുരത്തേക്ക് വരണം. ഞാൻ പറഞ്ഞല്ലോ ഈ ദിവസങ്ങളിൽ കേരളം കണ്ടിട്ടില്ലാത്ത രീതിയിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ഔട്ട് പോറിങ് സംഭവിക്കാൻ വേണ്ടി പോവാണ്. പ്രാർത്ഥിക്കുക, അതിൻ്റെ ഒരു ഭാഗമാകുവാൻ പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഏപ്രിൽ മാസം ഭയങ്കര പ്രധാനപ്പെട്ട മാസമാണ്. ഗോഡ് ബ്ലെസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും സാക്ഷ്യമുള്ളവർ പറഞ്ഞു. ഇന്നലെ എന്റെ ഫ്രണ്ട് ആളുടെ ഫ്രണ്ടിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് എന്നെ വിളിച്ചു. അപ്പൊ അവർക്ക് മൈഗ്രെയിൻ വന്നിട്ട് ഛർദിക്കുമ്പോ ബ്ലഡ് ആയിരുന്നു പോയിരുന്നത്. മൈഗ്രെയിൻ മൂത്തിട്ട് ഛർദിക്കുമ്പോ ബ്ലഡ് പോവായിരുന്നു. അപ്പൊ ഇന്നലെ ഞങ്ങൾ അവിടെ പോയി പ്രാർത്ഥിച്ചു. ഇതുപോലെ തന്നെ ഭയങ്കര ബന്ധനങ്ങളും കഴിഞ്ഞു പോണ പോലെ തന്നെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. അത് കഴിഞ്ഞ് ഇന്ന് അവര് തിരിച്ചിങ്ങോട്ട് വിളിച്ചു. ഉഷ എന്നാണ് ആ സഹോദരിയുടെ പേര്. ആ ഛർദി നിന്നു. ഇപ്പൊ വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി പോലും ഇല്ല. ഇന്നലെ അവര് കിടപ്പ് തന്നെയായിരുന്നു. ഇപ്പൊ ഞാൻ കിടക്കുന്നില്ല. അവര് എഴുന്നേറ്റു, ഭക്ഷണം കഴിച്ചു. ഇന്ന് ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. വളരെ വിടുതലുണ്ടായിരുന്നു വിളിച്ചു പറയാനിടയായി. യേശു ഇത് വലിയൊരു സാക്ഷ്യമാണ് പ്രിയ സഹോദരി പറഞ്ഞത്. ആ ബ്ലഡ് മൈഗ്രൈൻ്റെ ബുദ്ധിമുട്ട് കാരണം ബ്ലഡ് വരുവായിരുന്നു ഛർദ്ദിക്കുമ്പോൾ. അങ്ങനത്തെ വല്ലാത്തൊരു ബന്ധനത്തിൻ്റെ അകത്തായിരുന്നു. പ്രിയമക്കൾ ആ കുടുംബത്തിൽ പോയി പ്രാർത്ഥിച്ചു. യേശു ക്രിസ്തു അവിടെ വിടുതൽ കൊടുത്തു. ഇന്ന് കേട്ടതുപോലെ തന്നെ ആ വോമിറ്റിംഗ് ടെൻഡൻസി നിന്നുപോയി, ആ ബുദ്ധിമുട്ട് നിന്നുപോയി, ഫ്രീ ആയി. കർത്താവ് ഇനിയും അനേക ഇടങ്ങളിൽ ഉപയോഗിക്കട്ടെ. അനേക കുടുംബങ്ങളെ വിടിവിക്കുവാൻ ദൈവം ഉപയോഗിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. ആമേൻ. പ്രൈസ് ദി ലോർഡ് ബ്രദറെ. പറഞ്ഞു.
ബ്രദറെ, കഴിഞ്ഞ ദിവസം 2 മാസം മുമ്പിലത്തെ സംഭവമാണ്. ഒരവസരത്തിൽ 39 ദിവസമായിട്ട് ഇൻവെന്ററി എന്താ പറയുക അതിന് പേര്, വെന്റിലേറ്ററോ? ഐ മീൻ വെന്റിലേറ്ററിൽ 39 ദിവസമായി കടന്നിട്ട് ഡോക്ടർമാർ ഉപേക്ഷിച്ചു ആ രോഗിയായ. അവരോട് പറഞ്ഞു നിങ്ങൾ വീട്ടിലെല്ലാവരെയും അറിയിച്ചോ, ഇനി കടത്തിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് അവരെ വാർഡിലോട്ട് മാറ്റി. അതിനുശേഷം എനിക്ക് അവിചാരിതമായി അവരെൻ്റെ നേരത്തെ എൻ്റെ വീട്ടിൽ പണി ചെയ്തുകൊണ്ടിരുന്ന അവരുടെ അനിയനായിരുന്നു, സ്ത്രീയുടെ അനിയനായിരുന്നു. അവർ എന്താവശ്യത്തിന് എൻ്റെ വൈഫിനെ വിളിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അനിയനിങ്ങനെ വല്ലാണ്ട് സുഖമായിട്ട് കിടക്കുവാണ്, ഇനി ജീവിക്കാൻ യാതൊരു സാധ്യതയില്ല, മരണപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും കൂട്ടക്കരച്ചിലായിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊന്ന് പ്രാർത്ഥിക്കാം കേട്ടോ എന്ന് പറഞ്ഞ് ഫോണിൽ കൂടെ ഞാൻ പറഞ്ഞു, തലയൊക്കെ നിങ്ങൾ ഒന്ന് അവരുടെ തലയിൽ ഒന്ന് കൈവച്ചോളൂ, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ എന്ത് സംഭവിച്ചെന്ന് പിന്നെ ഞാൻ അറിഞ്ഞില്ല. ഇന്നാണ് ഞാൻ അറിഞ്ഞത്. അവരിന്ന് എൻ്റെ വീട്ടിൽ വന്നിരുന്നു. പറഞ്ഞു ജോളി പ്രാർത്ഥിച്ച് അന്ന് മുതൽ അവൾ പനിയേ ഉണ്ടായിട്ടില്ല. അന്ന് പിന്നെ യാതൊരു പ്രശ്നമില്ലാണ്ട് ഒരാഴ്ചക്കുള്ളിൽ, ഞാനന്ന് പ്രവസിച്ച് പറഞ്ഞായിരുന്നു, ഒരാഴ്ചക്കുള്ളിൽ ഹോസ്പിറ്റലിൽ വിടുന്നു. അതുപോലെ തന്നെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ 3 ദിവസം കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തു. ഇപ്പോൾ അയാൾക്ക് യാതൊരു പ്രശ്നമില്ല. പനിയേ എന്ന് പറയുന്ന കാര്യം ഇതുവരെ ഉണ്ടായിട്ടേ ഇല്ല. അപ്പോൾ അയാൾ ജീവനോടെ ഇരിക്കുന്നു. ഇത് വലിയൊരു സാക്ഷ്യമാണ് പ്രിയ ജോളി ബ്രദർ പറഞ്ഞത് കേട്ടോ. നിങ്ങൾ വെന്റിലേറ്ററിൽ 39 ദിവസമായിട്ട് വെന്റിലേറ്റർ കിടക്കുന്ന രോഗി മരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു. എല്ലാവരും നമുക്കറിയാം, വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗിയെ ഡോക്ടർ എല്ലാവരെയും അറിയിച്ചോളാൻ പറഞ്ഞ അർത്ഥം അത് തീർന്ന ആളാണ്. പക്ഷേ ഇന്ന് പ്രിയ സഹോദരൻ പ്രാർത്ഥിച്ചു. അതാ പറഞ്ഞത്, നമ്മളെ കർത്താവ് അധികാരപ്പെടുത്തിയിരിക്കുന്നു, അനേകരെ വിടുവിക്കുവാൻ യേശു നമ്മളെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. ആ കുടുംബം നിലവിളിയോടെയാണ് ഇരുന്നത്, പക്ഷെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞ ആലോചന പറഞ്ഞു, ഒറ്റയാഴ്ചക്കുള്ളിൽ അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞ പോലെ തന്നെ അതിനുശേഷം ആ ബുദ്ധിമുട്ട് മാറി, വെന്റിലേറ്റർ ഓഫ് ചെയ്തു, പുറത്തെടുത്തു. ഇന്ന് ആരോഗ്യവാനായി ഭവനത്തിൽ കൊണ്ട് മരിക്കേണ്ട വ്യക്തി, എനിക്ക് ആ വാക്കാ പറഞ്ഞു, മരിക്കേണ്ട വ്യക്തിയായിരുന്നു. പക്ഷേ കർത്താവ് നിങ്ങളുടെ മുമ്പിലേക്ക് ചിലരെ അയക്കുമ്പോൾ നിങ്ങളിലൂടെ അനേകരെ ജീവിപ്പിക്കുവാൻ യേശുവിന് പ്ലാനുണ്ട്. ബ്ലസ് ചെയ്യുന്നു. അനേകർക്ക് വേണ്ടി ഇനിയും പ്രാർത്ഥനയിൽ വിടുവിക്കുക യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? എന്തോ ഇന്നലത്തെ ഒരു ഇതാണ്. ഞാന് വിളയിൽ വെച്ച് ഒരു സിമെന്റ് തറയിൽ അങ്ങ് പെട്ടെന്നൊരു കുറ്റി തട്ടി വീണ് എൻ്റെ ഒരു സൈഡ് മൊത്തം അടിച്ചു. ഞാൻ അവിടെ കിടന്നുകൊണ്ട് യേശുവേ എന്നൊരൊറ്റ വിളി വിളിച്ചു. ഞാൻ എൻ്റെ കർത്താവ് എന്നെ അതിശയകരമായിട്ട് രക്ഷിച്ചു ബ്രദറെ. തലയൊന്നും അടിക്കാതൊക്കെ നന്നായിട്ട് പെട്ടെന്ന് കുറച്ചു നേരം അങ്ങനെ കിടന്ന്. അപ്പം മരുമകൾ വന്ന് പിടിക്കാൻ വന്നു. അപ്പം ഞാൻ പറഞ്ഞു, മക്കളെ പിടിക്കണ്ട, ഞാൻ മെല്ലെ എണീറ്റോളാന്ന് പറഞ്ഞു. ഞാൻ എണീറ്റു. സാക്ഷി പറയണമെന്ന് ഇന്നലെ വിചാരിച്ചതാ. എൻ്റെ മനസ്സിങ്ങനെ കുത്തുകൊള്ളുന്നു. നീ ഒരു സാക്ഷി പറഞ്ഞാൽ ഇനിയും അനേകം സാക്ഷികൾ ഇതുപോലെ പറയുള്ളൂ. അതുകൊണ്ട് കുറേ നേരമായിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. എൻ്റെ കർത്താവ് എന്നെ അതിശയകരമായി വിടുവിച്ചു ബ്രദറെ. വലിയ വീഴ്ചയിൽ നിന്ന് അതിശയകരമായി വിടുവിച്ചു. ദൈവത്തിന് നന്ദി. യേശു വലിയൊരു സാക്ഷ്യമാണ് പ്രിയ സഹോദരി പറഞ്ഞത്. അനർത്ഥത്തിൻ്റെ അകത്തുനിന്നും ഇന്ന് ആ തലയടിച്ച് വീണ്, നമുക്കറിയാം, ദുഃഖവാർത്തയാകേണ്ട സ്ഥാനത്ത് വിലാപയാത്രയിലേക്ക് പോകേണ്ട അവസ്ഥയിൽ നിന്നും ഇന്ന് കർത്താവ് ഒരു കേടുപാടും സൂക്ഷിക്കാതെ ആ വലിയ വീഴ്ചയ്ക്കകത്തു നിന്നും ആരോഗ്യത്തോടെ ഇവിടെ നിന്നുകൊണ്ട് സാക്ഷ്യം പറയുന്ന കർത്താവിൻ്റെ അക്കൗണ്ടാണ്. വചനം പറയുന്നു, ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. ആ വീഴ്ച നിമിത്തം ഒരു കേടുപാടും കൂടാതെ കർത്താവ് സൂക്ഷിച്ചു. ഇത് അനേകർക്കൊരു സാക്ഷ്യം തന്നെയാണ്. തമ്പുരാൻ നമ്മളെ സൂക്ഷിക്കും, അനർത്ഥത്തിൻ്റെ അകത്തുനിന്നും ദൈവം നമ്മളെ പൊതിയുന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ്. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എന്തോ ഞാൻ വിശ്വാസിയാ, പക്ഷെ എനിക്ക് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഭയങ്കര പ്രതികൂല അവസ്ഥയാ. ഇവിടെ വചനം പറയുന്നുണ്ടല്ലോ, ജഡരക്തത്തോടെ എല്ലാ വാഴ്ചകളുടെ അധികാരങ്ങളോട്, അതാ വചനം കിട്ടിയതും. ഞാൻ വല്ലാത്തൊരു പ്രതികൂല അവസ്ഥയാണ്. എന്നോട് വീട്ടിൽ നിൽക്കണ്ടെന്നെല്ലാം പറയുന്നുണ്ട്. എനിക്കൊരു ഇടയില്ല പോവേ. എല്ലാം ദൈവത്തിന് അറിയാം. ദൈവം എനിക്ക് വേണ്ടി, ബ്രദർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥന. നന്ദി യേശുവെ. ഞങ്ങൾ ഇപ്പോൾ തന്നെ കൽപ്പിക്കുന്ന പ്രതികൂലങ്ങൾ അനുകൂലമാകട്ടെ. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആരെന്നുള്ള വചനത്തെ ഞങ്ങൾ അയക്കുന്നു. ഇപ്പോൾ തന്നെ യേശുവേ, ആ വചനത്തെ ഞങ്ങൾ അയക്കുമ്പോൾ ആ വചനത്തിൻ്റെ പ്രവൃത്തി സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തോടെ ഉണ്ടാക്കും. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? അതേപോലെ തന്നെ അതവിടെ റിലീസ് ചെയ്യുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. മറ്റാരെങ്കിലും ഉണ്ടോ? വേഗത്തിൽ സാക്ഷ്യമുള്ളവർ പറഞ്ഞാട്ടെ. സാക്ഷ്യമുള്ളവർ. നാളെ ജർമ്മനി പോകുന്നതിന് ഒരു വാക്ക് പ്രാർത്ഥിച്ചു.
പ്രൈസ് ദി ലോർഡ്. നിഖിൽ ബ്രദർ ഇന്നലത്തെ മെസ്സേജില് ഞാനത് യൂട്യൂബിലാണ് കേൾക്കുന്നത്. അന്നേരം പറഞ്ഞു ഡേവിസ് എന്ന് പറഞ്ഞ ഒരു മകന്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു പിതാക്കന്മാർക്ക് വന്നത് ആ തലമുറയിൽ വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥനയാകുന്ന വേലിയെ ഞാൻ കെട്ടുന്നു എന്ന് പറഞ്ഞു. 56 വയസ്സ് ഉള്ള എന്റെ ബ്രദറിന്റെ മകനാണ്. ബ്രദറിന്റെ ആയിരുന്നു 56 വയസ്സ്. 56-ാമത്തെ വയസ്സിൽ വണ്ടി ആക്സിഡന്റിൽ മരിച്ചുപോയി. പ്രാർത്ഥനയാകുന്ന വേലിയെ ഞാൻ കെട്ടുന്നെന്ന് പറഞ്ഞു. അപ്പം 2024 ഞാനൊരു വിഷൻ പോലെ ഇങ്ങനെ സ്വപ്നത്തില് ഞാനിങ്ങനെ കാണുന്നു. ഷോൾഡറോട് ഷോൾഡർ ചേർന്ന് കുറെ പേര് ചേർന്ന് ആ ഭവനത്തിലേക്ക് ചെല്ലുന്നതാണ്. അന്നേരം ഞാൻ പറഞ്ഞു പ്രാർത്ഥനയാകുന്ന വേലിയെ കെട്ടി ഈ ഭവനത്തിലേക്ക് അയക്കുന്നു എന്നെ. ഭവനത്തിനൊരു വിടുതലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതായിരുന്നു ഇന്നലെ ബ്രദർ അത് ആ മെസ്സേജിൽ കൂടെ പറഞ്ഞത്. ഞാൻ അതിനെ സ്വീകരിക്കുന്നു. ഇന്നലെ പകൽ സമയത്ത് ഈ കുഞ്ഞിനു വേണ്ടി ഞാന് ശ്രദ്ധയോടെ ഇരുന്ന് ഞാന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഈ മെസ്സേജ് യൂട്യൂബിൽ കേൾക്കുന്നത്. ആമേൻ. ഇത് സാക്ഷ്യമാണ് പ്രിയ സഹോദരി പറഞ്ഞത്. ഇന്നലത്തെ പ്രാർത്ഥനയിൽ ദൈവാത്മാവ് ഡേവിസ് എന്ന് പറയുന്ന ഒരു വ്യക്തി കൊച്ചിൻ്റെ ഭവനത്തിലേക്ക് ദൈവം തൊടുവാന്ന് പറഞ്ഞു. അവിടെ 56 വയസ്സുള്ള ഒരു വ്യക്തിയെ കാണിക്കുന്നു. അതായത് വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് പാരമ്പര്യമായിട്ടുള്ള ചില അനർത്ഥത്തിൻ്റെ അകത്ത് ദൈവം വിടിവിക്കുന്നു പറഞ്ഞു. ഒരു വേലി കെട്ടി, പ്രാർത്ഥന എന്ന വേലി. അതാ സഹോദരി പറഞ്ഞത്. 2024 പ്രിയ സഹോദരിക്ക് വേണ്ടി ദൈവാത്മാവ് സംസാരിച്ച 26 യൂട്യൂബിൽ കേട്ടുകൊണ്ടിരുന്ന സമയത്താണ് ഈ കുടുംബത്തെ വീണ്ടും വെളിപ്പെടുത്തുന്നത്. അവൻ്റെ പേര് വെളിപ്പെടുത്തി, അവരുടെ വിഷയം വെളിപ്പെടുത്തി. അനർത്ഥത്തിൻ്റെ അകത്തുനിന്ന്, അതായത് പിതാവ് 56-ാം വയസ്സിലാണ് മരിക്കുന്നത്, അതേ അനർത്ഥത്തിലേക്ക് അവനെ കൊണ്ടുപോകാൻ നോക്കുന്നതിന് തമ്പുരാൻ അതിന് വേലി കെട്ടിയിടുന്നു എന്ന് പറഞ്ഞത്. സഹോദരി ഇന്നത് ഏറ്റെടുത്തു. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണം. ആ വേലിയെ തമ്പുരാൻ ഉറപ്പിക്കും. അനേകർക്ക് വേണ്ടി തമ്പുരാൻ വിടുതൽ കൊടുക്കാൻ ഇടയായിത്തീരും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? പക്ഷേ എനിക്ക് കഴുത്തിന് നല്ല വേദനയായിരുന്നു. എനിക്ക് ഇങ്ങനെ തിരിച്ചും കുറച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. കഴുത്ത് തിരിക്കുമ്പോഴല്ല വല്ലാതെ വേദന, കിടക്കുമ്പോഴല്ല തലേന്റെ വേക്ക് ഭാഗവും കഴുത്തും. ഇപ്പം കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ അന്നേരം എനിക്ക് വേദന ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് തീരെ വേദന ഇല്ലല്ലോ. നല്ലോണം ഞാൻ നോക്കി, തിരിച്ചു മറിച്ച് നോക്കി, ഒരു വേദന ഇവിടെ ഇല്ല. എല്ലാ വേദനയും കർത്താവ് എടുത്ത് മാറ്റി. കുറെ വർഷമായി. പക്ഷേ പിന്നെ ഇടക്കിടക്ക് കൂടുതലാവും, ഇടക്ക് കുറയും. ഞാൻ ഓരോരു മരുന്നെല്ലാം ഗവൺമെന്റിന് ഇങ്ങനെ തരട്ടും, എന്നാലും വ്യത്യാസം സൗഖ്യമായി. അതെ, പൂർണ്ണ യേശുവേ, വർഷങ്ങളായിട്ടുണ്ടായിരുന്ന പെടലി ബുദ്ധിമുട്ടായിരുന്നു. തിരിക്കാനും മറിക്കാനും ഒന്നും പറ്റത്തില്ലായിരുന്നു. വേദന ഉണ്ടായിരുന്നു. വേദന മാറുകയും വേദന കുറയുകയും കൂടുകയും ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഇന്ന് അപൂർണ സൗഖ്യം യേശു കൊടുത്തു. കർത്താവ് തൊട്ട കൃപയ്ക്ക് നന്ദി. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? പ്രത്യേകിച്ച് ഇന്നലെ അന്യഭാഷ പ്രാർത്ഥനയ്ക്ക് ചേർന്നവർക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനത് പറയാൻ വിട്ടുപോയി. ഇന്നലെ നീണ്ട സമയങ്ങൾ ഉണർന്നിരുന്ന പ്രാർത്ഥന, പ്രത്യേകിച്ച് ഇന്ത്യൻ സമയം 3 മണിക്ക് എണീറ്റിരുന്ന് നിങ്ങൾ ആരംഭിച്ച പ്രാർത്ഥന 6 മണിയോളം നമ്മൾ കയറിപ്പോയി. ദൈവം സഹായിച്ചല്ലോ. അതിന് പങ്കെടുത്തവരെ ഞാൻ പറയുന്നു, കർത്താവ് നിങ്ങളെ കണ്ടതാണ്. ആത്മീക വർധനവ് തരും. എന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് യഹോവ കുനിഞ്ഞു നോക്കുമ്പോൾ നമ്മളെ കണ്ടു ദൈവം. അതിൻ്റെ പ്രതിഫലമുണ്ട്. ദൈവം നമ്മളെ ഉയർത്തും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും ഞാൻ അനുഗ്രഹിക്കുന്നു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? പ്രൈസ് ലോർഡ് ബ്രദർ. പറഞ്ഞു. പ്രൈസ് ലോർഡ്. ബ്രദറെ, ഞാൻ ഇന്ന് രാവിലെ മോർണിംഗ് പ്രയറിൽ, അന്യഭാഷാ പ്രയറിൽ ഞാൻ കയറിയായിരുന്നു. എനിക്ക് സന്ധിവാതത്തിന്റെ പ്രശ്നമുള്ളതാണ്. 5-6 വർഷങ്ങളോളം ഇത് ഉള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ 2-3 ദിവസത്തിന് മുന്നേ ഒന്നും എനിക്ക് എണീക്കാൻ പോലും വയ്യായിരുന്നു. അത്രയും പെയിനായിരുന്നു. വലത്തെ കൈയും വലത്തെ കാല്, ഈ മുട്ടിൻ്റെ മോള് ഭാഗം എല്ലാം ഭയങ്കര വേദനയായിരുന്നു. കിടക്കയിൽ നിന്ന് എണീക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു മോർണിംഗ് ടൈം. അന്നേരം ഇന്ന് വെളുപ്പിന് 3 മണിക്കുള്ള അന്യഭാഷ പ്രാർത്ഥനയിൽ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. വെളുപ്പ് 6 മണി വരെ നിങ്ങളുടെ കൂടെ ഞാനിരുന്ന് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് ഇപ്പം നല്ല മാറ്റമുണ്ട്. എനിക്ക് 2-3 ദിവസത്തിന് മുന്നേ എനിക്ക് കൈ ഇളക്കാൻ പോലും ഇങ്ങനെ ഒരു സാധനം പോലും എനിക്ക് എടുത്തു വെക്കാൻ പറ്റില്ലായിരുന്നു. അതുപോലെ പെയിനായിരുന്നു. പക്ഷെ ഇന്ന് മോർണിംഗ് എനിക്ക് നല്ല മാറ്റം ഉണ്ടായി. ദൈവത്തിനും പ്രാർത്ഥിച്ച ദൈവമക്കൾക്കും കോടാനുകോടി സ്തോത്രം.
ഇതാണ് സന്ധ്യവാര നിമിത്തം വേദനയായിരുന്ന ആളുകളായിട്ട് ഇന്നലത്തെ അന്യഭാഷാ പ്രാർത്ഥനയിൽ പങ്കുചേർന്നു. തുടക്കം മുതൽ അവസാനം വരെ ഇരുന്നു. നേരം വെളുത്തപ്പോഴേക്കും കൈകളെ യേശു സൗഖ്യമാക്കി, ശരീരത്തിൻ്റെ മേൽ ബലം കൊടുത്തു. കർത്താവിൻ്റെ അത്ഭുതം, ആത്മാവിൻ്റെ വലിയൊരു പകർച്ചയുണ്ടായത് സൗഖ്യമാക്കി ദൈവം മാറ്റി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പ്രൈസ് ദി ലോർഡ് ദേവദാസനെ. പറഞ്ഞു. കഴിഞ്ഞ സാറ്റർഡേയിൽ എന്നോട് ഒരു മെസ്സേജ് പറഞ്ഞു, ഒരു ദൂത് പറഞ്ഞു. ഒരു വീട്ടിൽ 2017 മരിച്ച ഒരാള്, അവിടെ ഒരു പഴയ പിന്നെ ഫ്രെയിം ഇരിപ്പുണ്ടായിരുന്നു ഇങ്ങനെ സീനറിയുടെ. അതെടുത്ത് മാറ്റിയിട്ട് ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുന്നെന്ന്. ഇന്നലെ എന്റെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ ആയിരുന്നു. കാർ എടുത്ത് ഞങ്ങൾ ന്യൂയോർക്കിലാണ്. കാർ എടുത്ത് റിവേഴ്സ് ചെയ്തു പോയപ്പോൾ വലിയൊരു UPS ട്രക്ക് വന്ന് പുള്ളിക്കാരന്റെ ബാക്കിൽ ഇടിച്ച് ഒരു പ്രശ്നമുണ്ട്. ആ ബമ്പർ മാത്രം ഇച്ചിരി പ്രശ്നം ഉണ്ടായി. പുള്ളിക്കാരൻ എന്റെ ഹസ്ബൻഡ് ഇത് സെക്കൻഡ് ടൈമായി പ്രശ്നം വരുന്നത്. ഒരു കുഴപ്പമില്ല, നല്ല ആരോഗ്യത്തോട് ഒരു ഇഞ്ചുറി ഒന്നും ഉണ്ടായില്ല. അത് കർത്താവ് സേവ് ചെയ്തു. നന്ദി കർത്താവ്. ഇത് വലിയൊരു സാക്ഷ്യം തന്നെയാണ് പ്രിയ സഹോദരി പറഞ്ഞത്. ദൈവാത്മാവ് ഇന്ന് ആ കുടുംബത്തിലെ കാര്യങ്ങളെ വെളിപ്പെടുത്തി പറഞ്ഞപോലെ അടയാളം വെളിപ്പെടുത്തി തമ്പുരാൻ സൂക്ഷിക്കുവാന്ന് പറഞ്ഞെന്ന് പറഞ്ഞ പോലെ തന്നെ വലിയ ട്രക്ക് വന്ന് ഇടിച്ചു. പക്ഷേ ആ ചെറിയൊരു പോറലൂടെ കണ്ട ദൈവം സൂക്ഷിച്ചു എന്നതിൻ്റെ അടയാളം തന്നെയാണത്. ആ അനർത്ഥം ഒന്ന് ആലോചിച്ച് നോക്കി. ആ പ്രൊഫറ്റിക്കൽ ഡെലിവറൻസിൻ്റെ മുമ്പായിരുന്നെങ്കിൽ ആ വണ്ടി നിമിത്തം നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഒരു ദുഃഖവാർത്തയാകേണ്ട ഭവനമായിരുന്നു. പക്ഷേ ദൈവം പൊതിഞ്ഞു എന്ന് കാണിക്കാൻ വേണ്ടി തന്നെ ഇന്ന് കേട്ടതുപോലെ നമുക്കറിയാം ഒരു സൈക്കിളല്ല ട്രക്ക് വന്നാണ് ഇടിച്ചത്. പക്ഷേ തമ്പുരാൻ സൂക്ഷിച്ചു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കൂ എന്നുള്ളത് അതാ കർത്താവ് ഇത് എടുത്തു പറഞ്ഞതാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവേ ഞാനിന്ന് ബ്ലെസ് ചെയ്യുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആലോചന ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു അത്ഭുതം ഉണ്ടെന്നുള്ള തെളിവാണ് ഈ പറഞ്ഞ സാക്ഷ്യവും ആലോചനയുടെ നിവൃത്തിയും. ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോണം കുടുംബമായിട്ട് പട്ടണത്തിൻ്റെ സാക്ഷ്യം കേട്ടോ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? വേഗത്തിൽ പറഞ്ഞാട്ടെ. മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്ന് വിശ്വസിക്കുന്നവരെല്ലാം ദൈവസന്നിധിയിൽ നന്ദിയോടെ പ്രാർത്ഥിച്ചോട്ടെ. ലൈവിൽ കാണുന്നവരെ പ്രത്യേകിച്ച് മാർച്ച് മുതൽ ഏപ്രിൽ മാസം ഇടയ്ക്കിടയ്ക്ക് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾ പുതുതായിട്ട് കേൾക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഈ പ്രൊഫറ്റിക്കൽ മീറ്റിങ്ങുകൾ കേരളത്തിൽ നടക്കുന്നു. പ്രത്യേകിച്ച് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനയോടെ നിങ്ങൾ വരിക. ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കും. അത്ഭുതകരമായി വിടുതൽ ചെയ്യും. രോഗസൗഖ്യങ്ങളെ ദൈവം ചെയ്യും. ഡെലിവറൻസുകളെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അകത്ത് ഇടപെടുക തന്നെ ചെയ്യും. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വെളിപ്പെടും. നമുക്ക് ഒരുമിച്ച് ഇന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ വീര്യപ്രവർത്തി